there was extremely heavy rainfall activity. Whenever extremely heavy rainfall activity is there, this kind of water logging usually is seen. That's why accordingly today also we have issued the heavy rainfall alert, and if you can see the color wise also we have issued an orange alert for Kerala considering the already occurred rainfall activity, but due to accumulated rainfall or due to accumulated water logging situations, the orange alert has been issued. ഇല്ല, ഞാൻ പറയാം, ഇന്ന് മഴ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട് വരുന്നത്. ഇന്ന് മഴ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. വരാൻ ദിവസങ്ങൾ അത്രത്തോളം ശക്തമായ മഴ ഉണ്ടാവില്ല. പിന്നെ 5-ാം തീയതി അല്പം മഴയുടെ തീവ്രത കൂടും എന്നാണ് ഇതുവരെ 5-ാം തീയതി വരെയുള്ള കാലാവസ്ഥ പ്രവചനം ഞങ്ങൾക്ക് ലഭ്യമായിട്ടുള്ളത്. കേന്ദ്ര കാലാവസ്ഥ കേന്ദ്രത്തിൽ നിന്നുള്ള വിവരങ്ങളാണ് അതിനടിസ്ഥാനമാക്കി, നമ്മുടേതായ വിവരങ്ങൾ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ചെയ്യാറുള്ളത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ 5-ാം തീയതി വരെയുള്ള കാര്യങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതിനകത്ത് 2-ാം തീയതി ഇന്ന് മഴ ഉണ്ടാകും, അതുപോലെ 5-ാം തീയതി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നാളെ മറ്റന്നാൾ 3-4 ദിവസങ്ങളിൽ ശക്തമല്ലാത്ത രീതിയിലുള്ള മഴ തുടരും. വർത്തമാനം മാത്രമേ ഉള്ളൂ, ഡയലോഗ് മാത്രമേ ഉള്ളൂ. ഡയലോഗ് കൊണ്ടൊന്നും ഇത്തരം പ്രശ്നം പരിഹരിക്കാൻ കഴിയത്തില്ല. റെഡ് അലേർട്ടില്ല, അണക്കെട്ട് മുന്നറിയിപ്പില്ലാതെ തുറന്നുവിട്ടു, ഈ നാട് മുഴുവൻ കുട്ടിച്ചോറാക്കി, കോടാനുകോടിയൊക്കെ നഷ്ടമുണ്ടാക്കി. അതുകൊണ്ട് ആ നഷ്ടം സർക്കാർ കൊടുക്കണം. സർക്കാർ സ്പോൺസേഡ് വെള്ളപ്പൊക്കം ആയതുകൊണ്ട് സർക്കാർ തന്നെ ഇത് കൊടുക്കണം. ഒരു അനൗൺസ്മെൻറ്റ് പോലും ഉണ്ടായില്ല. എത്ര ദൗർഭാഗ്യകരമായ സംഭവം. DYFI പ്രവർത്തകരുടെ സമയോചിതമായ ഇടപെടൽ കാരണമാണ് ഈ മരണം ഒന്നും ഉണ്ടാവാതെ നമ്മൾ രക്ഷപ്പെട്ടത്. പക്ഷേ നഷ്ടപരിഹാരം നൽകണം, അത് സർക്കാർ തന്നെ നൽകണം. മഴക്കെടുതിയിൽ കേരളത്തിൽ മരണം അനൗദ്യോഗികമായ കണക്കനുസരിച്ച് 12 ആവുകയാണ്. നിരവധി പേരെ കാണാനില്ല. 200ഓളം വീടുകൾ തകരുന്നു. ഏതാണ്ട് 6000ഓളം പേരെ ക്യാമ്പിലേക്ക് മാറ്റി പാർപ്പിക്കുന്നു. പലയിടത്തും നടന്നത് സർക്കാർ സ്പോൺസേഡ് വെള്ളപ്പൊക്കമെന്ന പ്രതിപക്ഷം. ഒരു കരുതലും കാവലും മുന്നറിയിപ്പും ഉണ്ടായില്ലെന്ന് ദുരിതം ബാധിച്ചവർ പറയുന്നു. ജൂലൈ 31-ന് കനത്ത മഴ തുടങ്ങിയെന്നും കേന്ദ്രം മുന്നറിയിപ്പ് നേരത്തെ നൽകിയതാണെന്നും എന്നാൽ സംസ്ഥാനം വീഴ്ച വരുത്തിയെന്നുമാണ് പ്രധാന ആക്ഷേപം. പക്ഷേ പ്രധാനമായ മറ്റൊന്ന് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ മനോഭാവമാണ്. അത് ആശങ്ക കൂട്ടുന്നു. ഒരു വാർത്താ സമ്മേളനമോ കരുത്തും കരുതലും പകരാനോ പോലും മുഖ്യമന്ത്രിയില്ല എന്നതാണ്. കാണാതായവർക്കായി തെരച്ചിലും ദുരിതം പേറിയ ജനതതി പൊറുതിമുട്ടുമ്പോൾ ആഡംബര വിരുന്നിൽ സതീശൻ എന്ന മുഖ്യൻ പങ്കെടുത്തു. റോമാ നഗരം കത്തുമ്പോൾ വയലിൻ വായിച്ച നീറോ ചക്രവർത്തിയെപ്പോലെയെന്ന് ജനങ്ങൾക്ക് തോന്നി. പൊതു ആവശ്യത്തിന് ഉപയോഗിച്ചിരുന്ന ഹെലികോപ്റ്ററിൽ അമ്മായിയപ്പനെ കാണാൻ പോയതും ജനം കൂട്ടിവായിക്കുകയാണ്. ദുരന്ത നിവാരണത്തിലെ അനാസ്ഥയിൽ ജനം ദുരിതം അനുഭവിക്കുന്നത് അനുവദിക്കാനാകില്ലെന്ന് പ്രതിപക്ഷ നേതാവ് താക്കീത് നൽകിയിട്ടുണ്ട്. അതെ, ഓരോ വീടുകളിലും ആപത്ത് കാലത്ത് വിശിഷ്യ കരുത്തായി എത്തിയ കഴിഞ്ഞുപോയ കാലം കേരളം മറന്നിട്ടില്ല. ക്യാപ്റ്റനിൽ നിന്ന് കേരളം കൂപ്പുകുത്തുന്നത് അഭിനവ നീറോയിലേക്കോ എന്ന് ചോദിച്ചാൽ തെറ്റുണ്ടോ? നമുക്ക് ചർച്ച ചെയ്യാം. ചർച്ചയെ സമ്പന്നമാക്കുന്ന അതിഥികൾ: M. പ്രകാശൻ മാസ്റ്റർ, CPIM; മുതിർന്ന മാധ്യമപ്രവർത്തകൻ ജോർജ് പൊടിപാറ; മുതിർന്ന മാധ്യമപ്രവർത്തകൻ M. ജയചന്ദ്രൻ; ഒപ്പം രാഷ്ട്രീയ സാമൂഹ്യ നിരീക്ഷകൻ രതീഷ് ചക്രപാണി. ആദ്യം ശ്രീ ജോർജ് പൊടിപാറയിലേക്ക്. ശ്രീ ജോർജ് പൊടിപാറ, എന്താണ് കേരളത്തിൽ സംഭവിക്കുന്നത്? പ്രളയമുണ്ടായി, പ്രകൃതിയെ നമുക്ക് തടുക്കാനാവില്ല. പക്ഷേ ഒരു ഭരണകൂടം പ്രവർത്തിക്കേണ്ട ചടുലത ഇവിടെ ഉണ്ടായില്ല. വീഴ്ച സംഭവിച്ചു. മുന്നൊരുക്കങ്ങളിലും അതെ, മുന്നറിയിപ്പിലും അതെ. ഒപ്പം ഇപ്പോഴുള്ള മുഖ്യമന്ത്രിയുടെ ആറ്റിറ്റ്യൂഡ് അടക്കം ചർച്ച ചെയ്യുകയാണ്. എന്താണ് താങ്കളുടെ നിരീക്ഷണത്തിൽ? ഇത്രത്തോളം ഇപ്പൊ താങ്കളുടെ ആ ഒരു ടാഗ്ലൈൻ തന്നെ കണ്ടു, അഭിനവ നീറോ ചക്രവർത്തിയോ. അതായത് കേരളം പ്രളയത്തിൽ മുങ്ങുമ്പോൾ വീണ വായിക്കുന്ന മുഖ്യമന്ത്രി, അതായത് റോം കത്തിയിരിഞ്ഞപ്പോൾ വീണ വായിച്ച നീറോ ചക്രവർത്തിയുമായിട്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി VD സതീശനെ താങ്കൾ ഈ ചർച്ചയിൽ താരതമ്യപ്പെടുത്തുന്നത്. ഹെഡ്ലൈൻ അതാണ്. ഈ പ്രളയം ഉണ്ടായത് ജൂലൈ 31-ാം തീയതി രാത്രിയാണ്. ഇത്രയും അതിതീവ്ര മഴയുണ്ടായത്. അത് കഴിഞ്ഞ് ഇന്നലെ ഒരു ദിവസമാണ് പൂർത്തിയായി. ഇന്നലെ ഒരു ദിവസം, ഇന്നൊരു ദിവസം, ഈ 2 ദിവസം കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ പ്രളയ കെടുതികളുണ്ടായ റാന്നിയിലൊക്കെ വെള്ളം ഏതാണ്ട് ഒഴിഞ്ഞു പോയിരിക്കുന്നു. ആറന്മുളയിലും രൂക്ഷത കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും അവിടെ വെള്ളക്കെട്ടുണ്ട്. വെള്ളം റാന്നിയിലെ പോലെ പെട്ടെന്ന് വെള്ളം ഒഴിഞ്ഞു പോകുന്ന സ്ഥലമല്ല. അപ്പൊ ഇത്രയും വലിയൊരു വിമർശനത്തിനുള്ള സമയമായോ? ഇത്രയും വലിയ രീതിയിൽ ആക്രമിക്കാനുള്ള ഒരു സമയം ആയിട്ടുണ്ടോ എന്നൊരു ചോദ്യം ഞാൻ വളരെ വിനയപൂർവ്വം താങ്കളുടെയും
അതുപോലെ തന്നെ അല്ലെങ്കിൽ ഇത് തെരഞ്ഞെടുത്ത താങ്കളുടെ ടീമിനോടും ചോദിക്കാൻ ആഗ്രഹിക്കുക. അതായത് രണ്ട് മൂന്ന് കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. ഒന്ന്, പ്രധാനപ്പെട്ട രാജീവ് ഇബ്രഹാമിനെ പോലെ മുൻ എം എൽ എ, റാന്നിയുടെയൊക്കെ മുൻ എം എൽ എ ആയിട്ടുള്ള പത്തനംതിട്ടയിലെ പ്രമുഖനായ CPM നേതാവ്, എത്രയോ കാലമായിട്ട് അവിടെ നിറഞ്ഞു നിൽക്കുന്ന നേതാവ്, അദ്ദേഹം പറയുന്നത് എന്താണ്? ഇത് ഒരു 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 ഗവൺമെന്റ് സ്പോൺസേഡ് പ്രളയം എന്നാണ് പറയുന്നത്. 2018 പ്രളയം ആയിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ 2019 ഉണ്ടായ പ്രളയമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഡാമുകളെല്ലാം ഒരു മുന്നറിയിപ്പും ഇല്ലാതെ തുറന്നു വിട്ട് കേരളത്തെ മുഴുവൻ പ്രളയത്തിൽ മുക്കിയ ആ ഒരു കാലഘട്ടമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, ഇവിടെ ഈ പറഞ്ഞ രീതിയിൽ നമ്മുടെ ഇതുവരെ ഉണ്ടായിരുന്ന പ്രശ്നം എന്താണ്? കേരളത്തിൽ കഴിഞ്ഞ ദിവസം വരെ കേരളത്തിന്റെ വൈദ്യുതി മന്ത്രിയും കേരളത്തിന്റെ ഗവൺമെന്റും പറഞ്ഞുകൊണ്ടിരുന്നത് 36% ഇത്തവണത്തെ മൺസൂണിൽ കാലവർഷത്തിൽ കുറവ് വന്നിരിക്കുന്നു, നമ്മുടെ ഡാമുകളിൽ ഒന്നും വെള്ളമില്ല, പ്രതീക്ഷിച്ചതുപോലെയില്ല. ഇടുക്കി ഡാമിലൊക്കെ കഴിഞ്ഞ വർഷത്തെ പകുതി പോലും ഇല്ല. ഇപ്പൊ ഞാൻ താമസിക്കുന്ന പീച്ചി എന്ന് പറയുന്ന ഡാമിലൊക്കെ കഴിഞ്ഞ വർഷത്തെ ജലവിധാനമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് സങ്കടം വരുന്ന അവസ്ഥയിലായിരുന്നു ഈ കഴിഞ്ഞ ദിവസം വരെയുള്ള ജലവിധാനം. അതായത് ജലനിരപ്പ് എവിടെയും എത്താത്ത അവസ്ഥ. അത് മലമ്പുഴയുടെ കാര്യത്തിലായാലും പോത്തുണ്ടിയുടെ കാര്യത്തിലായാലും കേരളത്തിൽ അറിയാവുന്ന മിക്ക ജലസംഭരണികളിലും, പ്രത്യേകിച്ച് മേജർ ജലസംഭരണികളിലും ഒന്നും ജലനിരപ്പ് എവിടെയും എത്താതെ നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ ആകെ ടെൻഷനിലായിരുന്നു, ഉത്കണ്ഠയിലായിരുന്നു കേരളം. അതായത് ഈ നിലയ്ക്ക് പോയാൽ എന്ത് ചെയ്യും നമ്മൾ? അതായത് നമ്മുടെ ജലസേചന കാര്യങ്ങൾ എങ്ങനെ നടക്കും? നമ്മുടെ കർഷകർ എന്ത് ചെയ്യും? മുണ്ടകൻ കൃഷിക്ക് തന്നെ, അല്ലെങ്കിൽ അടുത്ത രണ്ടാം പൂ കൃഷി ഇറക്കാൻ എന്ത് ചെയ്യും? അതുപോലെ തന്നെ എത്ര കാലം നമുക്ക് ഈ പുറത്തുനിന്നുള്ള വൈദ്യുതിയെ മാത്രം ആശ്രയിച്ച് നമ്മുടെ ജലവൈദ്യുത പദ്ധതികൾ, ജലസംഭരണികൾ വറ്റിപ്പോയാൽ, അവിടെ വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നാൽ കേരളം എവിടെ ചെന്ന് എത്തും എന്നുള്ള ആശങ്കയിൽ നിൽക്കുന്ന ഘട്ടത്തിലാണ് 31-ാം തീയതി രാവിലെ മുതൽ രാത്രി അതിതീവ്ര മഴയുണ്ടായതും കേരളത്തിന്റെ പല ഭാഗങ്ങളിലും നമ്മൾ പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്ക് 200-ഉം 250-ഉം 300-ഉം മില്ലിമീറ്റർ വരെ മഴയുണ്ടായതൊക്കെ. ഒരു വശത്തു കൂടി അത് കേരളത്തിൽ ഒരു പ്രളയം സൃഷ്ടിച്ചു എന്നുള്ളതൊരു ചില സ്ഥലങ്ങളിൽ വലിയ ദുരന്തം ഉണ്ടാക്കി എന്നുള്ളൊരു വസ്തുതയാണ്. പക്ഷെ ഇത്രത്തോളം മഴ പെയ്യും എന്നൊരു പ്രവചനം, അതായത് റെഡ് അലർട്ട് പോലും പല സ്ഥലത്തും മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ്, അത് ഗവൺമെന്റ് അല്ല ചെയ്യുന്നത്. നേരത്തെ ഒരു ചർച്ചയിൽ നമ്മുടെ റവന്യൂ മന്ത്രി ഇത് പറയുന്നുണ്ടായിരുന്നു. ഈ ദുരന്തത്തിന്റെ അല്ലെങ്കിൽ മഴയുടെ അളവിനനുസരിച്ചുള്ള കളർ കോഡ് നിശ്ചയിക്കാൻ സർക്കാരിന് അവകാശമില്ല. അത് നിശ്ചയിക്കുന്ന കാലാവസ്ഥാ വകുപ്പും ദുരന്ത നിവാരണ വകുപ്പും ചേർന്നാണ്. അവർ പറയുന്നതിനനുസരിച്ച് മാത്രമേ ഈ പറഞ്ഞ മഴയുടെ തീവ്രത സംബന്ധിച്ച അറിയിപ്പുകൾ സർക്കാരിന് നൽകാൻ കഴിയുള്ളൂ. അതുകൊണ്ട് സർക്കാരിന്റെ സൗകര്യം പോലെ, ആഗ്രഹിക്കുന്ന പോലെ പത്തനംതിട്ടയിൽ എന്ന കിടക്കട്ടെ റെഡ് അലർട്ട് എന്ന് പറയാൻ പറ്റില്ല. അത് മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ്, കാലാവസ്ഥാ വകുപ്പും അതുപോലെ തന്നെ ദുരന്ത നിവാരണ വകുപ്പും ചേർന്ന് ചെയ്യേണ്ട കാര്യമാണ്. പിന്നെ സർക്കാരിനെ പക്ഷെ അങ്ങനെ സംബന്ധിച്ചിടത്തോളം ചെയ്തിരുന്നു എന്നതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ വക്താവ് നമ്മളോട് പറഞ്ഞത്. അതാണ് നാം തുടക്കത്തിൽ കേട്ടത്. ശ്രീ പൊടിപ്പാറ തുടരാം. അത് അത് പണ്ട് ഈ 2019 കാലത്തും അവര് ഞങ്ങൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നൊക്കെ പറഞ്ഞാണ്. കേന്ദ്രം പാർലമെന്റിൽ പോലും പറഞ്ഞതാണ്. ഈ പറയുന്ന രീതിയിലൊക്കെ കേരളം എന്തിനാണ് അങ്ങനെ റെഡ് അലർട്ട് ഉണ്ടെങ്കിൽ അത് ഓറഞ്ച് അലർട്ടോ അതുപോലെ തന്നെ യെല്ലോ അലർട്ടോ ആക്കി കുറച്ച് ആളുകൾക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്നതിൽ ഒരു വീഴ്ച വരുത്തേണ്ട ആവശ്യം എന്താ? ഇവർ പലതും ഈ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ അവരുടെ മുഖം രക്ഷിക്കുക. ഈ അനുഭവം നിങ്ങൾക്കുള്ളതാണല്ലോ. ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് 19 കേരളം കണ്ട എക്കാലത്തെയും വലിയ പ്രളയത്തിന്റെ സമയത്തും പക്ഷെ അത് അവർ പറഞ്ഞാണ് ശരിയല്ലെന്ന് ഞങ്ങൾ കൃത്യമായി വിശദീകരിച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ അത്തരത്തിലൊരു വിശദീകരണം എത്തുന്നില്ല, വിശദീകരണം പോലും. അതാണ് പൊടിപ്പാറ സാർ. അതെ, അല്ല, അതുകൊണ്ട് ആ കാലത്ത് മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് പറയുന്നതിനെ അവിശ്വസിക്കാം, അവരുടെ തടി രക്ഷിക്കാൻ വേണ്ടി പറയുന്നതാണെന്നുള്ള വ്യാഖ്യാനം ഉണ്ടെങ്കിൽ, ഇപ്പൊ അത്രത്തോളം ഗൗരവമായ ഗുരുതരമായ ഒരു സാഹചര്യം ഒന്നും കേരളത്തിൽ ഉണ്ടായിട്ടില്ല. അതുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ റാന്നിയിലും ആറന്മുളയിലും അതുപോലെ തന്നെ പാലായിലും ഈരാറ്റുപേട്ടയിലും ഒക്കെ ഉണ്ടായി ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. മറ്റേ കോഴിക്കോട് ജില്ലയുടെ പല ഭാഗത്തും. പക്ഷെ 2019 പോലൊരു മഹാപ്രളയത്തിന്റെ അവസ്ഥയിലേക്കൊന്നും കേരളം പോയിട്ടില്ല. 3-4 ദിവസം തുടർച്ചയായിട്ട് മഴ പെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിട്ടില്ല. 24 മണിക്കൂർ തന്നെ ഏറ്റവും കെടുതിയുണ്ടായ റാന്നിയിലെ വെള്ളം ഇറങ്ങിപ്പോയി കഴിഞ്ഞിരിക്കുന്നു. ഇവിടുത്തെ പ്രശ്നം, അതായത് ഒരു സർക്കാരിനെ നമ്മൾ കുറ്റപ്പെടുത്തുന്നത് എപ്പോഴായിരിക്കണം? അതായത് ഇങ്ങനെ ഒരു പ്രളയം ഉണ്ടായാൽ ഈ മഴയൊന്നും ആർക്കും തടുക്കാൻ പറ്റില്ല. ആ മഴയത്ത് ഈ പറഞ്ഞ ഡാമുകൾ, അതായത് കേരളത്തിലെ മേജർ ഡാമുകളൊന്നും തുറന്നു വിട്ടിട്ടില്ല എന്നുള്ളത് ആലോചിക്കണം. ചെറിയ ഡാമുകളാണ് തുറന്നു വിട്ടത്. രാത്രി അത്ര 200 സെന്റിമീറ്റർ ഒക്കെ മില്ലിമീറ്റർ ഒക്കെ മഴ പെയ്യുമ്പോൾ, അല്ലെങ്കിൽ 300 മില്ലിമീറ്റർ ഒക്കെ മഴ പെയ്യുമ്പോൾ ആരെ കൊണ്ടും അത് മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റാത്ത, അതിന്റെ ഒരു തോതും അളവും വ്യാപ്തിയും നിർണ്ണയിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഒരുപക്ഷെ ഡാമിന്റെ സുരക്ഷ പരിഗണിച്ച് വെള്ളം തുറന്നു വിട്ടിട്ടുണ്ടാകും. അതൊരു തെറ്റ് തന്നെയാണ്. പക്ഷെ മുന്നറിയിപ്പ് കൊടുക്കേണ്ടതായിരുന്നു. ആ പെരുമഴയത്ത് എങ്ങനെയാണ് ഇത് ചെയ്യുക? മനുഷ്യൻ എങ്ങനെയാണ്
എങ്ങനെയാണ് റോഡിൽ ഇറങ്ങുക, എങ്ങനെയാണ് ഒരു അനൗൺസ്മെന്റ് നടത്തുക എന്നുള്ള ചോദ്യമൊക്കെ ഈ വിമർശനം ഉന്നയിക്കുന്നവർ പരിഗണിക്കേണ്ടതാണ്. അതേ പ്രശ്നം തന്നെയാണ് പണ്ട് 2019 ഉണ്ടായത്. മാൻമെയ്ഡ് ഡിസാസ്റ്റർ എന്നൊക്കെ പറയാൻ എളുപ്പമാണ്, പക്ഷെ അതിന്റെ ഒരു യാഥാർത്ഥ്യം കൂടി, അതിന്റെ ഒരു പശ്ചാത്തലം കൂടി പരിഗണിച്ചുകൊണ്ട് വേണം അതായത് ഭരണപക്ഷത്തിരിക്കുമ്പോൾ നമ്മൾ ഇതൊക്കെ അതിക്രമമാണെന്ന് പറയുകയും, നേരെ മറിച്ച് നമ്മൾ പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ ഇതിനെയല്ല അതിന്റെ 10 മടങ്ങ് ആവേശത്തോടു കൂടി അതേ വാചകങ്ങൾ അല്ലെങ്കിൽ അതേ പ്രയോഗങ്ങൾ നടത്തുകയും ചെയ്യുന്നതിനകത്ത് രാഷ്ട്രീയ ലക്ഷ്യം കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പച്ചയ്ക്ക് നീറോ വീണ വായിക്കുന്നു. അപ്പൊ മുഖ്യമന്ത്രി ഹെലികോപ്റ്റർ ഉപയോഗിച്ചു. അദ്ദേഹം ആ ദിവസം ഇവിടെ അറേഞ്ച്മെന്റ്സ് എല്ലാം ചെയ്ത് മുൻകൂട്ടി തന്നെ മൺസൂൺ പ്രതിരോധത്തിനുള്ള നടപടികൾ, കളക്ടർമാരുടെ യോഗം, ബന്ധപ്പെട്ട മന്ത്രിമാരുടെ യോഗം, ഓരോ ജില്ലയ്ക്കും ഓരോ മന്ത്രിമാരെ ചുമതലയേൽപ്പിക്കുന്നു, കളക്ടർമാർക്ക് കൃത്യമായിട്ട് നിർദ്ദേശം കൊടുക്കുന്നു, എവിടെയൊക്കെയാണ് ഈ പറഞ്ഞ ദുരിതാശ്വാസ കേന്ദ്രങ്ങൾ തുറക്കേണ്ടത് അത് സ്പോട്ട് ചെയ്യുന്നു, ഐഡന്റിഫൈ ചെയ്യുന്നു. അതിനനുസരിച്ച് ഇപ്പൊ ആറന്മുളയിലും റാന്നിയിലും ഒക്കെ വളരെ പെട്ടെന്ന് തന്നെ തുടക്കമല്ലേ, തുടക്കത്തിലെ 1-2 മണിക്കൂറുകളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. അതെവിടെയാണ് ഇല്ലാത്തത്? ഏത് സാഹചര്യത്തിലും ഉണ്ടാകാം. പിന്നെ അദ്ദേഹം മലപ്പുറത്ത് ഒരു ഭക്ഷണം കഴിക്കാൻ പോയി എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആരോപണമായിട്ട് പറയുന്നത്. അതിപ്പോ ആ സമയത്ത് ഭക്ഷണം കഴിക്കാൻ പോയത് ഇനിയിപ്പോ അവിടെ വേറൊരാളെ ഹരിദാസ് എന്ന് പറയുന്ന പഴയ പാർട്ടി പ്രവർത്തകനെ കാണാൻ പോയതാണ്. അപ്പൊ തൊട്ടടുത്ത് ഒരു യൂത്ത് ലീഗ് പ്രവർത്തകൻ ഭക്ഷണം ഒരുക്കി, ആ ഭക്ഷണം കഴിച്ചു എന്നുള്ളത് ഒരു വസ്തുതയാണ്. ആ ഭക്ഷണം കഴിച്ചു എന്നുള്ള ഒറ്റ കാരണത്താൽ ഇത്രയും കടുത്ത പ്രയോഗങ്ങളിലേക്കൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ഇതിലും വലിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമ്പോൾ എന്ത് പ്രയോഗത്തിലേക്ക് എന്തായിരിക്കും നമുക്ക് പ്രയോഗിക്കാൻ ഇല്ലാത്തൊരവസ്ഥ. വലുത് ഉണ്ടാകുന്നതിലല്ല, പക്ഷേ അതിലുള്ള പ്രയോഗത്തിലാണ് പൊടിപ്പാറ സാറിന് ആശങ്ക. പക്ഷേ മുമ്പ് ഇപ്പോഴത്തെ ഭരണപക്ഷം പ്രതിപക്ഷത്തിരുന്നിരുന്നു. അന്ന് പറഞ്ഞിരുന്നത് ഇങ്ങനെ ആയിരുന്നില്ല. കോവിഡ് റാണി, നിപ രാജകുമാരി, അതിനുശേഷം ഈ പ്രളയം വന്നപ്പോൾ മണിയാശാന്റെ താക്കോൽ, മണിയാശാന അടക്കം, എന്താണ് എം എം മണി അടക്കം അപഹസിച്ചുകൊണ്ട് ഇത് ഈ പ്രളയം മനുഷ്യനിർമ്മിതമാണെന്ന് പറഞ്ഞതും അന്ന് പൊടിപ്പാറ സാറിന്റെ നിലപാട് എന്താണെന്ന് ഞാൻ ഇപ്പോൾ ഷാർപ്പായി ഓർക്കുന്നില്ല. പക്ഷേ നമുക്ക് അതൊക്കെ ചർച്ച ചെയ്യാം. നമുക്കരം പ്രയോഗങ്ങൾ മുല്ലപ്പള്ളി രാമചന്ദ്രനെ പോലെ ഒരാളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ല. ഞാൻ തിരിച്ചെത്താം പൊടിപ്പാറ സാർ, ഞാൻ തിരിച്ചെത്താം. ശ്രീ ജോർജ് പൊടിപ്പാറ. ശ്രീ പ്രകാശം മാസ്റ്റർ, പ്രതിപക്ഷം ഇപ്പോൾ വിമർശിക്കുന്നത് പോലെ, CPIM മുമ്പോട്ട് വെക്കുന്ന വിമർശനങ്ങൾ പോലെ, പ്രതിപക്ഷ നേതാവ് രേഖപ്പെടുത്തിയ ആശങ്ക പോലെ ഉള്ള ഒരു ഘട്ടം ഇപ്പോൾ എത്തിയോ? എത്താതെ ഈ ഒരു ചെറിയ തുടക്കത്തിൽ തന്നെ ഇങ്ങനെ VD സതീശനെയും സർക്കാർ മിഷനറിയെയും ആക്രമിക്കേണ്ടതുണ്ടോ, വിമർശിക്കേണ്ടതുണ്ടോ? ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ്റെ സംശയമാണ്. UDF ഗവൺമെൻറ്റിനെ കേരളത്തിലെ ജനങ്ങൾ വിമർശിക്കുന്നത് അവരുടെ ഈ കഴിഞ്ഞ 3 മാസക്കാലത്തെ അനുഭവങ്ങളെ കൂടി അടിസ്ഥാനപ്പെടുത്തിയാണ്. ഏതെങ്കിലും ഒരു മേഖലക്കകത്ത് നേരത്തെ പറഞ്ഞിരിക്കുന്ന നിലപാടുകളോട് വല്ല നിലയിലും അതിനോട് ഒരു ഗൗരവമായ നിലപാട് സ്വീകരിക്കാൻ ഈ ഗവൺമെൻറ്റിനാവുന്നുണ്ടോ? ഇപ്പോൾ ഇവിടെ മാൻമെയ്ഡ് ഡിസാസ്റ്റർ എന്നുള്ള കാര്യം 2019 പ്രളയത്തെക്കുറിച്ച് പറഞ്ഞത് മറ്റാരുമല്ല, ഇന്നത്തെ മുഖ്യമന്ത്രിയാണ്. ഇവിടെ സാധാരണഗതിയിൽ മഴയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കേണ്ടുന്ന ചില ഗൗരവമായ പ്രവർത്തനങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ സംസ്ഥാന തലത്തിലുള്ള ദുരന്ത നിവാരണ അതോറിറ്റി, അതിന് ചെയർമാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ്. ജില്ലാ തലത്തിലുള്ള അതോറിറ്റികൾ അവർ ഈ മഴയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ തന്നെ നടത്തേണ്ട ചില പ്രീ പ്ലാനിങ് ഉണ്ട്. ഇത്തവണ അത് നടത്തിയിട്ടില്ല എന്നുള്ളത് വസ്തുതയല്ലേ? ഇപ്പോൾ വലിയ മഴ വരുന്നതിന് മുമ്പ് സാധാരണഗതിയിൽ കേരളം കഴിഞ്ഞ കുറേ കാലമായി ചെയ്യുന്ന ഒരു കാര്യമാണ് ശുചീകരണ പ്രവർത്തനം, മഴക്ക് മുമ്പേയുള്ള. അത് ഇത്തവണ കൃത്യമായ നിലക്ക് നടത്തിയിട്ടില്ല എന്നുള്ളത് പൊടിപാറക്കും അറിയാം. ഫലം എന്താ? ഫലം ആദ്യഘട്ട മഴയിൽ തന്നെ 300-ലേറെ ആളുകൾ മരിക്കുന്ന ഒരു നിലയുണ്ടായ കേരളത്തിൽ. മഴ ആരംഭിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ യഥാർത്ഥത്തിൽ തങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഈ കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്നുള്ളത് വിസ്മരിക്കാൻ കഴിയില്ല. ഇപ്പോൾ ഞാൻ കണ്ണൂർ ജില്ലയിലാണ് താമസിക്കുന്നത്. കണ്ണൂർ ജില്ലയിലുള്ള ഞങ്ങളുടെ പ്രദേശത്ത് അവിടെ പെരിങ്ങോം മേഖലയിൽ ഞങ്ങളവിടെ ഉണ്ടായ ദുരന്തം ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ ചെന്ന് കാണുകയായിരുന്നു. അവിടെ ചെന്ന് കണ്ടപ്പോൾ ചെറുപുഴ പഞ്ചായത്തിൽ, ആ ചെറുപുഴ പഞ്ചായത്തിൽ ഞങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിരിക്കുന്നത് ഇപ്പോൾ അവിടെയുള്ള നദി കവിഞ്ഞൊഴുകിയിട്ട് നിരവധി വീടുകളിൽ വെള്ളം കയറി. വീടുകളുടെ ഏതാണ്ട് 1-ാം നില പൂർണ്ണമായിട്ടും അവിടെ മുമ്പിൽ വെച്ചിരിക്കുന്ന വാഹനങ്ങളെല്ലാം പൂർണ്ണമായിട്ടും വെള്ളത്തിൽ അമരുന്ന ഒരു നിലയിടായി. വെള്ളം ഇറങ്ങാൻ തുടങ്ങി. പക്ഷേ
ഞങ്ങൾ ചെല്ലുന്നത് ഇന്ന് വൈകുന്നേരമാണ്. പ്രളയം ആരംഭിക്കുന്നത് ഇന്നലെ 3:30 മണിക്കാണ്. ഇന്ന് വൈകുന്നേരം വരെ അധികാരികൾ ആരും തന്നെ അവിടേക്ക് എത്തിയിട്ടില്ല. അവിടെ ചില സ്ഥലങ്ങളിൽ ഈ പറയുന്ന ഷെൽട്ടറുകൾ തുറന്നിട്ടുണ്ട്. ആ ഷെൽട്ടറുകളിൽ നാട്ടുകാർ ഏർപ്പെടുത്തിയ സൗകര്യമല്ലാതെ മറ്റ് 2 ഉദ്യോഗസ്ഥന്മാരുണ്ട് എന്നതിനപ്പുറം ഒരു സൗകര്യം ഏർപ്പെടുത്തിയിട്ടില്ല. അവിടെ നിൽക്കുന്ന ആളുകൾ പറയുന്നത് അവർക്ക് ഉടുതുണിക്ക് മറുതുണിയില്ല, ഇവിടെ കിടക്കണമെന്നുള്ളത് അറിയില്ല, പായയില്ല, ഭക്ഷണം കൊടുക്കുന്നത് നാട്ടുകാരാണ്. ഇങ്ങനെ ഒരു നില ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഒരു കാര്യം ഞാൻ പറയാം, മീൻതുള്ളി, ഈ ചെറുപുഴയിലെ മീൻതുള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങളിവിടെ ചെന്നപ്പോൾ കണ്ടത്, അവിടെ 6800 കോഴികളെ 4 ചെറുപ്പക്കാർ ചെന്നിട്ട് ഒരു കോഴി ഫാം, കേരള ചിക്കൻ എന്ന പേര് നടത്തുകയാണ്. അതിനകത്ത് മുഴുവൻ വെള്ളം കയറി 6800 കോഴികളും ചത്തു. അത് ചാവുന്നത് ഇന്നലെ വൈകുന്നേരം 4 മണിക്കാണ്. ഞങ്ങളിന്ന് ചെല്ലുന്ന വൈകുന്നേരം 5 മണിക്കാണ്. അവിടെ വലിയ നിലക്ക് ഇതിൻ്റെ ചത്തതിന് ശേഷമുള്ള ദുർഗന്ധം വമിച്ചു തുടങ്ങിയിരിക്കുന്നു. ഒരു ഉദ്യോഗസ്ഥൻ അവിടെ ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇവിടെ അതിനെല്ലാമുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ, അവരിതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. വില്ലേജ് ഓഫീസർ വന്നിട്ടില്ല, തഹസിൽദാർ വന്നിട്ടില്ല. ഇങ്ങനെയൊരു നില ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇവിടെ കേരളത്തിൽ ഇത്തരം ദുരന്തങ്ങളെല്ലാം നേരിട്ടപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് രക്ഷാബോധം നൽകാൻ ഒരു ഗവൺമെൻറ്റും അതിന് നയിക്കുന്ന മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം പൊടിപാറ കേട്ടില്ലെന്നുണ്ടോ? എൻ്റെ ഓഫീസ് ബ്രീഫ് ചെയ്യുമെന്നാണ്. ഇവിടെ കണക്കുകൾ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ വകുപ്പും ഒരേ മന്ത്രിസഭയുടെ ഭാഗമല്ലേ? അവിടെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറയുന്നു 8 പേര് മരിച്ചു, റവന്യൂ മന്ത്രി പറയുന്നു 6 പേരെ മരിച്ചുള്ളൂ. മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറയുന്നു 6 പേരെ കാണാനില്ല, റവന്യൂ മന്ത്രി പറയുന്നു 4 പേരെ കാണാനില്ല. ഇതെന്തൊരു ഏകോപനാണ്? ഇവിടെ മരിച്ച ആളുകളെ സംബന്ധിച്ചുള്ള കണക്കുകൾ, അനൗദ്യോഗിക കണക്ക് 12 എന്നുള്ളതാണ് മരിച്ച ആളുകളെ സംബന്ധിച്ച്. ഗവൺമെൻറ് ഇപ്പോഴും പറയുന്നത് 8 എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു നിരുത്തരവാദിത്വം ഉണ്ടാകാൻ പറ്റുമോ? 3 മാസക്കാലം മാത്രമായതുകൊണ്ട് അത് അനുവദിക്കാൻ വേണ്ടി പറ്റുമോ? പിന്നെ ഇവിടെ ഇപ്പോൾ പൊടിപാറ നമ്മുടെ ഹെലികോപ്റ്ററിൻ്റെ കാര്യം പറഞ്ഞു. ഇവിടെ പൊടിപാറക്ക് ഹെലികോപ്റ്റർ ചർച്ചാ വിഷയമായ കാര്യങ്ങൾ ഓർമ്മയില്ലാതിരിക്കില്ലല്ലോ. ഇവിടെ തികച്ചും ന്യായമായിപ്പോൾ കഴിഞ്ഞ കാലത്ത് ഏറ്റവും ഉപയോഗിച്ചതിനാ നമ്മുടെ അവയവ ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടിയാണ് ചിലപ്പോൾ ഈ പ്രളയങ്ങൾ ചെന്ന് കാണാൻ. എന്നാൽ അന്ന് അതിനെ ഗൗരവമായി വിമർശിച്ച ആളുകൾ, ലക്ഷക്കണക്കിന് രൂപ ദൂർത്താണ്, ഇത് പിണറായി വിജയൻ്റെ ധിക്കാരമാണ്, ധാർഷ്ട്യമാണ് എന്നെല്ലാം പറഞ്ഞ ആളുകൾ അമ്മായിയപ്പനെ നോക്കാൻ വേണ്ടിയിട്ട് ഹെലികോപ്റ്റർ ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് ഒരു ധാർമ്മിക ച്യുതി കാണണ്ടേ? അതെങ്കിലും പറയാൻ വേണ്ടി കഴിയണ്ടേ? ഇവിടെ ഇത് വാങ്ങിയതും ഉപയോഗിച്ചതും എല്ലാം അന്യായമാണ് എന്ന് പറഞ്ഞ ആളുകൾ സ്വന്തം അമ്മായിയപ്പനെ കാണാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നു എന്ന് വരുമ്പോൾ അതൊരു ശരിയായില്ല എന്ന് ന്യായമായും പറയാൻ എന്തെല്ലാം കക്ഷി രാഷ്ട്രീയത്തോടുള്ള തൻ്റെ വലിയ നിലക്കുള്ള താല്പര്യമുണ്ടെങ്കിലും അങ്ങനെ പറയാൻ വേണ്ടി പറ്റുമോ? അപ്പോൾ ആളുകൾ വിമർശിക്കുന്നത് വെറുതെയല്ല, വളരെ ഗുരുതരമായ വിപത്തിനെ നടുക്ക് തങ്ങളുടെ രക്ഷകനായിട്ട് 10 കൊല്ലം ഒരു മുഖ്യമന്ത്രി അനുഭവിച്ച നാടാ കേരളം. വിശദീകരിച്ചതുമായ കാര്യങ്ങൾ ഈ ദുരന്തം ബാധിച്ചവർ എങ്ങനെയാണ് പറഞ്ഞത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു പരിച്ഛേദം വാക്കുകളിൽ. ഇല്ല, അങ്ങനെ ഒന്നും നടന്നിട്ടില്ല, അങ്ങനെ വന്നിട്ടുമില്ല. അത്തരത്തിലൊരു മുന്നറിയിപ്പോ ആ നിലയിലുള്ളൊരു ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണ്, വലിയ വസ്തുതയാണ്. ശരിക്കും ഇതിനകത്ത് അങ്ങനെ ഒരു അലംഭാവം ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ അത് പറഞ്ഞാൽ ശരിയില്ലെങ്കിൽ പോലും അങ്ങനെ അലംഭാവം ഉണ്ടായിട്ടുണ്ട്. ഇത് ഈ ഇന്നലെ രാത്രിയിൽ ഇത് ഒരു അറിയിപ്പ് കിട്ടിയിരുന്നെങ്കിൽ ഇത്രയും പറയുന്ന വലിയ നാശനഷ്ടം ഉണ്ടാകുമായിരുന്നില്ല. ഇതിന് മുൻ വർഷങ്ങളിൽ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. അതിനിയും ഭരണം മാറിയത് കൊണ്ടോ എന്തോ. എന്നാൽ ഇത്തവണ വെള്ളം പൊങ്ങിയപ്പോൾ യാതൊരു മുന്നറിയിപ്പും നൽകാൻ ബന്ധപ്പെട്ട ഭരണകൂടത്തിനോ റാന്നി MLA ശ്രീ പഴകുളം മധുവിനോ സാധിച്ചിട്ടില്ല. ഭയങ്കര ദുരിതമായിരുന്നു അത്. പിന്നെ ഗവൺമെൻറ്റോ ഒക്കെ ആദ്യം അതിന് ഒരു ഏകീകരണം ഇല്ലായിരുന്നു. പിന്നെ കളക്ടർ അവരിവരൊക്കെ വന്നിട്ടുണ്ട്. കളക്ടർ ഇന്നലെ പോലും പറഞ്ഞു കഴിഞ്ഞിട്ട് നടന്നില്ലെന്നാണ് കളക്ടറൊക്കെ പറഞ്ഞു. പിന്നെ തഹസീൽദാർ ഉൾപ്പെടെ എല്ലാവരും തഹസീൽദാരൊക്കെ ഇന്നാ വന്നു. ഇതാണ് അത് പൊടിപാറ സാറും ജയചന്ദ്രൻ സാറും ഒപ്പം രതീഷ് ചക്രപാണിയും ഒക്കെ കേൾക്കേണ്ടതാണ്. പ്രകാശം മാസ്റ്റർ ഒന്ന് കംപ്ലീറ്റ് ചെയ്താൽ താങ്കൾ പറഞ്ഞു വന്നത്. അതിൽ ഇവിടെ ഇപ്പോൾ ചെറുപുഴയിൽ ഒരാൾ ഇന്നലെ വൈകുന്നേരം മുതൽ കാണാനില്ല. അവിടെ ഞാൻ പറയട്ടെ, ഒരു ആംബുലൻസ് പോലും എത്തിയിട്ടില്ല. ഇപ്പോൾ സാധാരണഗതിയിൽ അവിടെ ഈ മണ്ണ് മാന്താൻ ആവശ്യമായിട്ടുള്ള യന്ത്രങ്ങളെല്ലാം സാധാരണ ദുരന്തം ഉണ്ടാകുമ്പോൾ എത്തുന്നതാണല്ലോ. 24 മണിക്കൂറായിട്ട് അവിടെ ഇയാളെ തിരയാൻ, കാണാതായ മനുഷ്യനെ തിരയാൻ സംവിധാനമില്ല. ഇപ്പം മുതലപ്പൊടിയിൽ ഒരാളെ കാണാനില്ല. അവിടെയുള്ള ജനങ്ങൾ പറയുന്ന കാര്യം എന്താ? 14 മണിക്കൂറായിട്ട് അതിനുവേണ്ടി ഒരു സംവിധാനമില്ല. ഒരു മനുഷ്യൻ്റെ ജീവന് ഒരു വില കൽപ്പിക്കാൻ ഭരിക്കുന്ന ഗവൺമെൻറ് ബാധ്യതയില്ലേ? അപ്പോൾ അതെല്ലാം എത്ര ലാഘവത്തോടെയാണ് ഗവൺമെൻറ് നോക്കി കാണുന്നത് എന്നുള്ളതുകൊണ്ടാണ് വെറും 3 മാസക്കാലമായിട്ടുള്ള മുഖ്യമന്ത്രിയെയും ഗവൺമെൻറ് വിമർശിക്കേണ്ടി വരുന്നത്. ജനങ്ങൾക്ക് അവരുടെ തൊട്ടു മുമ്പിലുള്ള അനുഭവമുണ്ട്.
അവർ പ്രളയമുണ്ടായപ്പോൾ ദുരന്തമുണ്ടായപ്പോൾ ഒക്കെ അവരുടെ കൈപിടിച്ചുയർത്താൻ, അവരെ കൂടെ നിൽക്കാൻ, അവരെ ആശ്വസിപ്പിക്കാൻ, അവരുടെ എല്ലാ ദിവസവും സംവദിക്കാൻ ഈ കേരളത്തിൽ ഒരു ഗവൺമെൻറ് ഉണ്ടായിരുന്നു, അതിനെ നയിക്കുന്ന ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. ഒരു രക്ഷകന്റെ ഫീല് ഏത് പാർട്ടിക്കാർക്കായാലും ഈ കേരളത്തിൽ 10 കൊല്ലക്കാലമുണ്ട്. ആ ഫീൽ രക്ഷിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നു. അതാണ് ഏറ്റവും ഗൗരവമായിട്ട് കാര്യം. ശ്രീ എം ജയചന്ദ്രൻ, താങ്കൾ മാധ്യമപ്രവർത്തകനും പൊതുമണ്ഡലത്തിൽ നിരീക്ഷിക്കുന്ന ആളും മാത്രമല്ല, ഒരു കുട്ടനാട്ടിലെ കർഷകൻ കൂടിയാണ്. കുട്ടനാട് ഈ വെള്ളപ്പൊക്കത്തിൻ്റെ സാഹചര്യത്തിൽ കൂടുതൽ തൊട്ടറിഞ്ഞ് താങ്കൾക്ക് സംവദിക്കാം. ഈ ഒരു അവസ്ഥ, ഈ ഒരു സാഹചര്യം മുൻകാലത്തെ അപേക്ഷിച്ച് ഈ ഒരു സാഹചര്യം ആ രീതിയിലുള്ള ഒരു വിമർശനത്തിലേക്ക് പോകേണ്ട ഘട്ടമായിട്ടില്ല എന്ന് ശ്രീ ജോർജ് പൊടിപ്പാറ മുമ്പോട്ട് വെക്കുന്നു. അതിന് അദ്ദേഹത്തിൻ്റേതായ വിശദീകരണങ്ങളും മുമ്പോട്ട് വെച്ചു. പക്ഷേ ജനങ്ങൾ പറയുന്ന അതല്ല, പലയിടങ്ങളിലുള്ള ജനങ്ങൾ ഒരേ ശബ്ദത്തിൽ പറയുന്നു. ഇപ്പോൾ പ്രകാശ മാസ്റ്റർ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിൽ ചെറുതും വലുതുമായ ഒരിടത്തും ഒരു ഏകോപനത്തിൻ്റെ സ്വഭാവം കാണുന്നില്ല. സ്റ്റേറ്റ് വൈഡും അതില്ല, ചെറിയ തലത്തിലും അതില്ല, മൈക്രോ തലത്തിലും മാക്രോ തലത്തിലും അതില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരു ഘട്ടത്തിൽ എങ്ങനെയാണ് ഈ സാഹചര്യത്തെ വിമർശിക്കാതിരിക്കുന്നത്? മുൻകാലത്ത് കരുത്തായി ക്യാപ്റ്റൻ ഉണ്ടായിരുന്നു, ആ സ്ഥാനത്ത് ഇപ്പോൾ ആര് എന്ന വലിയ ശൂന്യത നമുക്ക് ബോധ്യപ്പെടുന്നില്ല. അത് രാഷ്ട്രീയ പക്ഷപാതിത്വമാണോ? ആണോ ശ്രീ ജയചന്ദ്രൻ? അജിംഷാദെ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ് ശ്രീ പൊടിപാറ. നമ്മളൊക്കെ മാധ്യമപ്രവർത്തകരാണല്ലോ. ശ്രീ പൊടിപാറ മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം കൂടിയാണല്ലോ. ആ നിലയ്ക്കാണ് ഞാൻ ഇതിനെ കാണുന്നത്, ഈ ഇഷ്യൂവിനെ കാണുന്നത്. അല്ലാതെ LDF തോൽപ്പിച്ച് UDF അധികാരത്തിൽ വന്നതുകൊണ്ട് UDF അടിക്കാൻ ഒരു വടി കിട്ടി, ഇതാ അടിച്ചു കളയാം എന്നുള്ള തത്രപ്പാടൊന്നും എനിക്കില്ല. എന്തായാലും അത് ഇവിടെ ഇപ്പൊ സംസാരിച്ചു കഴിഞ്ഞ പ്രകാശൻ മാസ്റ്റർക്ക് പോലും CPIM നേതാവിന് പോലും ഉണ്ടെന്ന് ഞാൻ കരുതുന്നത്. അത് അങ്ങനെയാണ് സംസാരിച്ചത്. അത് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളാണ്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട അടിസ്ഥാന പ്രശ്നമായിട്ട് ഇപ്പോ മുമ്പിൽ വരുന്നത്? 31-ാം തീയതി രാത്രിയാണല്ലോ അജിംഷാദെ ഈ ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം മേഖലകളിൽ അതിതീവ്ര മഴയിലേക്ക് മാറുന്നത്. ഇത് ഈ ജില്ലകളിലൊക്കെ അതാണ് പ്രധാനപ്പെട്ട സംഗതി. മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് മറ്റു പല അവർക്ക് ഒരുപാട് കണ്ടീഷൻസോ അല്ലെങ്കിൽ മറ്റുള്ള ഡയറക്റ്റ് ഗവൺമെന്റിന്റെ മാത്രം കേട്ടാൽ പോലെ ഇതൊക്കെ പറയാം. പക്ഷെ എന്താണ് മറ്റേ ഇതില്ലേ, ഈ ദുരന്ത നിവാരണ അതോറിറ്റി എന്ന് പറഞ്ഞ സംഗതി ഇല്ലേ, അവർക്കെന്താണ് ഈ നോക്കൂ, 31-ാം തീയതി രാത്രി 10:15 വരെ ഈ പറയുന്ന ഇടുക്കിയും പത്തനംതിട്ടയും കോട്ടയവും ഉൾപ്പെടെയുള്ള ജില്ലകൾ ഓറഞ്ച് അലർട്ടിലാണ് നിൽക്കുന്നതെന്നേ. അതാണ് തർക്കം, അതാണ് പ്രശ്നം. ജനങ്ങൾ അതിതീവ്ര മഴ അനുഭവിക്കുകയാണ് 9 മണി മുതൽ. അതൊന്നും അവിടെ ഇല്ല. അപ്പൊ സംഭവിക്കുന്നത് എന്താണ്? ഈ അതിതീവ്ര മഴ ഉണ്ടാകുമ്പോഴും ഈ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥർ അതിലേക്ക് ആ ഭാഗത്തേക്ക് കടക്കാതെ, ആവശ്യമായ മുന്നറിയിപ്പുകൾ നൽകാതെ, ജനങ്ങളെ ജാഗ്രതപ്പെടുത്തുന്നതിന് തയ്യാറാവാതെ അവരുടെ ആലസ്യം പൂണ്ടായി ഇരിക്കുമ്പോൾ ജനങ്ങൾക്ക് മേലേക്ക് ദുരിതം പെയ്തിറങ്ങുകയാണ് ഈ 3 ജില്ലകളിൽ വളരെ കനത്ത തോതിൽ. പിറ്റേ ദിവസം ആകുമ്പോഴേക്കോ അത് വടക്കൻ ജില്ലകളിലൂടെ പടരുന്നു. ഇപ്പോ പ്രകാശ് മാസ്റ്റർ പറഞ്ഞല്ലോ കോഴിക്കോട്, കണ്ണൂരെ കോഴി ഫാമിന്റെ കാര്യം അടക്കമുള്ള കാര്യങ്ങൾ. ഇവിടെ കോഴിക്കോട് വനത്തിൽ നിന്ന് ഉരുൾപൊട്ടിയ സംശയം ഇപ്പോഴും പ്രബലമായിട്ട് നിൽക്കുന്നു. റോഡിലേക്ക് മണ്ണിടിഞ്ഞു വീണ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇതിനിടയ്ക്ക് ആൾക്കാരെ കാണാതായിട്ടുണ്ട്, മരിച്ചു പോയിട്ടുണ്ട്. മുതലപ്പുഴയിലെ പ്രശ്നം പറഞ്ഞില്ലേ, അതടക്കമുള്ള കാര്യങ്ങളിലൊക്കെ മുഖ്യമന്ത്രിയുടെ ഓഫീസും റവന്യൂ മന്ത്രിയുടെ ഓഫീസും തമ്മിലുള്ള ഏകോപനമില്ലായ്മ, തമ്മിലുള്ള ഏകോപനമില്ലായ്മ ഒരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഈ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് അവർ ചെയ്യേണ്ട കാര്യങ്ങളെ ആരാണെന്ന് മോണിറ്റർ ചെയ്ത് പറഞ്ഞു കൊടുക്കുന്നത്? റവന്യൂ മന്ത്രിയൊക്കെ ഈ വാചകമടിച്ചതല്ലാതെ, പത്രസമ്മേളനങ്ങൾ വാചകമടിച്ചതല്ലാതെ ക്രിയാത്മകമായി എന്തെങ്കിലും ചെയ്യാൻ ഈ നിമിഷം വരെ കഴിഞ്ഞിട്ടില്ല. താങ്കൾ തന്നെ പറഞ്ഞല്ലോ ശ്രീ പൊടിപാറ, ഈ ആറന്മുളയിലെ വെള്ളം വേഗം ഇറങ്ങുമെന്ന്. കുറച്ചു മുമ്പ് ഒരു 20 മിനിറ്റ് മുമ്പ് അബിൻ വർക്കി പറഞ്ഞ എന്താണെന്ന് അറിയുമോ? ഈ ആറന്മുളയിലെ വെള്ളം ഇറങ്ങണമെങ്കിൽ ഇനി 1.5-2 ദിവസം കൂടെ കഴിയുമത്രേ. ഇതാണ് MLA അബിൻ വർക്കി പറയുന്നത്. നമുക്ക് മറിച്ച് പറയാൻ എന്താ അധികാരം, അവകാശം?
ആ പ്രദേശത്തിന്റെ MLA ആണ് പറയുന്നതെന്നേ. ഇനി 1-2 ദിവസം കൂടെ എടുക്കുന്ന വെള്ളം ഇറങ്ങാൻ. റാന്നിയിൽ നിന്ന് ഇടിഞ്ഞ വെള്ളം ആറന്മുളയിലുണ്ട്. അത് ആറന്മുളയിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഇടിഞ്ഞു താഴാനായിട്ട് ഇനിയും 1-2 ദിവസം എടുക്കുമെന്ന് പറയുന്നത് ആറന്മുള MLA ആണ്. അതൊരു പ്രധാനപ്പെട്ട പ്രശ്നം. മറ്റൊന്ന്, ഇപ്പോ എത്ര ക്യാമ്പുകൾ ഉണ്ടാകെ? ആകെ 250 മേൽ ക്യാമ്പുകൾ മാത്രം ഇപ്പോ. അവിടെ എല്ലാം കൂടെ ഉള്ളത് 5000-ൽ താഴെ ആൾക്കാർ. 2018 കാര്യം താങ്കൾ ഓർമ്മിപ്പിച്ചു ചില ഘട്ടങ്ങളിലെങ്കിലും. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഒന്നും പോകാതെ ചുരുക്കി പറയാം. അന്ന് 12,250-ൽ പരം ക്യാമ്പുകൾ. ആ ക്യാമ്പുകളിലായി 35 ലക്ഷം ജനങ്ങൾ. ഇപ്പോ ഈ പറഞ്ഞതുപോലെ 250 ചില്ലുവാനും ക്യാമ്പുകളിലായി കഷ്ടിച്ച് 5000 പേര് മാത്രം ഉള്ളപ്പോ കിടന്ന് കളിക്കുന്ന കളി ഇതാണ് പ്രശ്നമെന്ന് പറയുന്നത്. ഇത് ആരെങ്കിലും പാനിക് ആക്കാനാണോ? ഗവൺമെന്റ് മെഷീനറി അവസരത്തിൽ ഉയരുന്നില്ല, ചെയ്യേണ്ട പ്രവർത്തികൾ ഏറ്റെടുക്കുന്നില്ല, ജനങ്ങളെ പാനിക്. അത് കാതലായ ഒരു കാര്യമാണ്. ഞാൻ ശ്രീ ജയചന്ദ്രൻ സാറിലേക്ക് തിരിച്ചത് പ്രധാനമായിട്ടും അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അതെ ജയചന്ദ്രൻ സാറിലേക്ക് തിരിച്ചത് അതിലെന്ത് രാഷ്ട്രീയമാണുള്ളത്? ശ്രീ രതീഷ് ചക്രപാണി, ഇവിടെ ശ്രീ M. ജയചന്ദ്രൻ സൂചിപ്പിച്ച പോലെ നമുക്കറിയാം, പ്രത്യേകിച്ച് 2018 ശേഷം, അതിനു മുമ്പ് പല രീതിയിലും നമുക്ക് ആ രീതിയിലൊരു പ്രളയത്തെ നേരിട്ട പശ്ചാത്തലമില്ലായിരുന്നു. പക്ഷേ അതിനുശേഷം വളരെ വലിയ രീതിയിൽ നമ്മൾ ജാഗ്രതായി വലിയ രീതിയിലുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി, മാത്രമല്ല ശാസ്ത്രീയമായി അതിനെ ചിട്ടപ്പെടുത്തി. ഈ സർക്കാർ മെഷീനറിക്ക് ഇതെല്ലാം മെമ്മറിയായി ഉണ്ടല്ലോ. അപ്പോൾ സർക്കാർ മെഷീനറി എല്ലാം അതുപോലെ ഉണ്ടായിട്ടും എന്താണ് ഈ ഒരു ചെറിയ കാര്യത്തിൽ ഇങ്ങനെ പാളിച്ചു വരുന്നത്? എല്ലാ കാര്യത്തിലും സർക്കാർ തുടർച്ചയാണല്ലോ. എന്താണ് ഈ കാര്യത്തിൽ ആ തുടർച്ച ഉണ്ടാകാത്തത്? ഇവിടെ ശ്രീ ജോർജ് പൊടിപ്പാറ അതിനെ വിമർശിക്കുന്നത് കണ്ടു. 2018 പ്രളയം മനുഷ്യനിർമ്മിതമാണെന്ന് പോലും ഇപ്പോഴും അദ്ദേഹം ആവർത്തിച്ചു. പക്ഷേ ഇപ്പോഴത്തെ മനുഷ്യനിർമ്മിതമാണ് ഈ പ്രളയം, ഈ വെള്ളപ്പൊക്കം എന്ന് പലയിടത്തും പല നേതാക്കന്മാരും എടുത്തു പറഞ്ഞു, രാജു ഇബ്രാഹിമിനെ പോലുള്ളവരടക്കം. എന്താണ് പഴയ മിഷനറി അതുപോലെ ശക്തമായി ഉണ്ടല്ലോ ദുരന്തങ്ങളെ അതിജീവിക്കാൻ, ദുരന്ത നിവാരണ പ്രക്രിയകൾ ഉണ്ടല്ലോ. പിന്നെന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത്? രതീഷ് ചക്രപാണി. ഏത് പരിപാടിയിലാണെങ്കിലും ഏതൊരു പ്രൊജക്റ്റിലാണെങ്കിലും അജിംഷാദെ, മാൻ ബിഹൈൻഡ് ദ മിഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതല്ലാതെ നമുക്ക് AK-47 റൈഫിൾ ഉണ്ടല്ലോ, നമുക്ക് പാറ്റൻ ടാങ്ക് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചൊന്നും നമ്മൾ യുദ്ധം ചെയ്യിക്കണമെന്നില്ല. അതുതന്നെയാണ് അതിൻ്റെ കാരണം കേരളത്തിൽ ഒരു ലീഡർഷിപ്പ് ഉണ്ടായിരുന്നു നേരത്തെ. ആ ലീഡർഷിപ്പിൻ്റെ അഭാവം ഇപ്പോൾ വലുതായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ കാര്യം. അത് ഇപ്പോൾ ബഹുമാന്യനായിട്ടുള്ള ജോർജ് പൊടിപ്പാറ സാറ് പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ പറയണോ കുറച്ച് കഴിഞ്ഞിട്ട് പറയണോ എന്നൊക്കെ ചോദിച്ചാൽ, കുറച്ച് കഴിഞ്ഞിട്ട് പറയാൻ ചിലപ്പോൾ നമ്മളുണ്ടായില്ലെങ്കിലോ എന്ന് പറയുന്നൊരു ചോദ്യമുണ്ട്. ഞാനിപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം ആദ്യമേ തന്നെ പറയാം. ഇപ്പോൾ മൂഴിയാർ ഡാം കഴിഞ്ഞ ദിവസം രാത്രി 1 മണിക്ക് തുറന്നു വിട്ടു. അതായത് യാതൊരുവിധ പ്രോട്ടോക്കോളും പാലിക്കാതെ ഇത് തുറന്നു വിട്ടതാണ് എന്നുള്ളത് റവന്യൂ മന്ത്രിയായിട്ടുള്ള AP അനിൽകുമാർ ഇരിക്കുന്നൊരു ചർച്ചയിലാണ് CPM-ൻ്റെ ഒരു നേതാവ് അത് ഉന്നയിച്ചത്. എന്നിട്ട് അദ്ദേഹം അത് കേൾക്കാത്തതുപോലെ ആ ചോദ്യത്തിന് ഉത്തരം പറയാതെ അവിടെ നിന്ന് പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതുപോലെ ഒരു ചോദ്യത്തിന് നമുക്ക് കൃത്യമായിട്ടുള്ള ഉത്തരമില്ല എന്നുള്ളതാണ് ഉത്തരം കിട്ടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ജയചന്ദ്രൻ സാർ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ അതിൻ്റെ കണക്കുകൾ കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ 2018 നമുക്കുണ്ടായിരുന്നത് 12,250 ക്യാമ്പുകളിലായി 34,15,934 ആളുകളാണ്. അതേസമയം ഇപ്പോൾ ഉള്ളത് 250ഓളം വരുന്ന ക്യാമ്പുകളിലായിട്ട് 5,792 പേരാണ്. ഈ ക്യാമ്പുകളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? കാരണം ഇന്ന് മറ്റൊരു ചാനലിൽ ഒരു ബൈറ്റ് കൊടുത്തിട്ടുണ്ട്. ആ ബൈറ്റ് കൊടുത്തിട്ടുള്ളത് ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ചാനലിൽ കൊടുത്തേക്കുന്ന ഒരു ബൈറ്റ് എന്ന് പറയുന്നത്, ഈ ഒരു സ്ത്രീ അവിടുത്തെ റിപ്പോർട്ടർക്ക് കൊടുത്തേക്കുന്ന ബൈറ്റ് എന്ന് പറയുന്നത്, ഇവിടെ വെളിച്ചമില്ല, ഞങ്ങൾ അനാഥരാണ്, ഒരു BP-യുടെ പ്രഷറിൻ്റെ ഗുളിക ചോദിച്ചിട്ട് പോലും ഞങ്ങൾക്ക് ഇത് ഇന്നലെ രാത്രി ചോദിച്ചിട്ട് ഇന്നാണ് കിട്ടിയത്, എന്തിനാണ് ഈ ഗവൺമെൻറ്, ഇതിനേക്കാളൊക്കെ എത്ര നല്ലതായിരുന്നു പിണറായി വിജയൻ ഗവൺമെൻറ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ബൈറ്റ് കൊടുത്തേക്കുന്നത്. അതിനിന്ന് യഥാർത്ഥത്തിൽ അബിൻ വർക്കി ഒരു ന്യായീകരണമായി വന്നേക്കണത് എന്താണെന്ന് വെച്ചാൽ
തൊട്ട് സൈഡിൽ നിൽക്കുന്ന ഒരാൾ, അത് CPM നേതാവായിരുന്നു, അതുവരെ പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് അത്തരത്തിലുള്ളൊരു ബൈറ്റ് കൊടുത്തത്. ഇത്തരത്തിൽ രാഷ്ട്രീയം കളിക്കാനൊന്നും ഞങ്ങളില്ല എന്നുള്ളതാണ്. പക്ഷേ ഇത് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ മാധ്യമത്തിൻ്റെ റിപ്പോർട്ടർ തന്നെ കൃത്യമായി പറയുന്നുണ്ട് അവിടെ വെളിച്ചമില്ല, അവിടെ കറണ്ടില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി പറയുന്നുണ്ട്. അതിന് പകരം അവിടെയുള്ള പഞ്ചായത്ത് പ്രസിഡന്റും മറ്റു ചില രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും ഇവരോട് ചൂടാവുകയും അത് യഥാർത്ഥത്തിൽ ആ ജില്ലയിലുള്ള ഏറ്റവും വലിയൊരു ക്യാമ്പ്, ഏതാണ്ട് 60-70 ആളുകൾ പങ്കെടുക്കുന്നൊരു ക്യാമ്പാണ്. അപ്പോൾ ക്യാമ്പുകളിലെ സ്ഥിതി ഏതാണ് എന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കണം. യഥാർത്ഥത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മൾ വേറെങ്ങും പോകണ്ട, നമ്മൾ യഥാർത്ഥത്തിൽ മറ്റുള്ള ആരുടെയും ഒരു വർത്തമാനം കേൾക്കട്ടെ. ഇപ്പോൾ രാജു അബ്രഹാം പറയുന്ന വാചകം നമുക്ക് വിട്ടേക്കാം. പക്ഷെ പകരം UDFൻ്റെ MLA-മാരുണ്ടല്ലോ, മന്ത്രിയുണ്ടല്ലോ, അവർ പറയുന്ന വാക്കുകൾ മാത്രം ഞാനൊന്നിവിടെ വായിക്കാം. അബിൻ വർക്കിയുടെ വാക്കാണ്. അദ്ദേഹം ഇപ്പോൾ അത് തിരിച്ചെടുത്തിട്ടുണ്ട്, പക്ഷേ വീഡിയോ ബൈറ്റാണല്ലോ, അത് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. അദ്ദേഹം പറയുന്നത് ആറന്മുളയിലേക്ക് കൂടുതൽ സംവിധാനം വേണം, രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്, പക്ഷേ ക്യാമ്പുകളിലേക്ക് വേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി റവന്യൂ അധികൃതർ കൂടുതൽ ശ്രദ്ധിക്കണമെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ കൃത്യമായി ആ ക്യാമ്പുകളിൽ പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നില്ല എന്നുള്ളതാണ്. ഇത് തന്നെയാണ് അവിടെ നിന്നുള്ള പഴകുളം മധു, റാന്നി MLA ആയിട്ടുള്ളത് പറഞ്ഞേക്കണത്. അവർ പറഞ്ഞേക്കണത് പമ്പയാറിൽ വെള്ളം പൊങ്ങുമ്പോൾ അവിടെ ചെളിയും മണലുമൊക്കെ നീക്കം ചെയ്യാത്തതാണ് പ്രശ്നം എന്നുള്ളത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇതേപോലെ AP അനിൽകുമാർ, അതായത് അദ്ദേഹം റവന്യൂ വകുപ്പ് മന്ത്രിയാണ്, അദ്ദേഹം പറഞ്ഞ ഒരു വാചകം എന്ന് പറയുന്നത് ഫ്ലാഷ് ഫ്ലഡുകളാണെങ്കിൽ, അതായത് പെട്ടെന്നുണ്ടാകുന്ന വെള്ളപ്പൊക്കങ്ങളാണെങ്കിൽ അത് പ്രവചിക്കുന്നതിൽ നമ്മുടെ സംവിധാനങ്ങൾക്ക് പരിമിതികളുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോഴാണ് ഇനി അടുത്ത ഒരു ന്യായീകരണവുമായി ഈ കോൺഗ്രസിൻ്റെ ചില നേതാക്കൾ വരുന്നത്. അതെന്താണ് നമുക്കറിയാമല്ലോ. ഇപ്പോൾ പൊന്നാനിയിൽ ഒരു മുസ്ലിം യൂത്ത് ലീഗിൻ്റെ വൈസ് പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി നമ്മുടെ VD സതീശൻ മട്ടൻ ബിരിയാണിയും അതുപോലെ ബീഫ് ഉലർത്തിയതും ഒക്കെ കഴിക്കുന്നത് നമ്മൾ കണ്ടു. അതിന് ഇവർ ചോദിക്കുന്ന ന്യായീകരണം എന്ന് പറയുന്നത്, നൗഷാദ് അലി പൊന്നാനി MLA ചോദിക്കുന്നൊരു ചോദ്യം, മുഖ്യമന്ത്രിക്ക് മഴയാണെന്ന് വെച്ച് ഭക്ഷണം കഴിക്കണ്ടേ എന്നുള്ളതാണ്. എന്തൊരു സമീപനമാണിത് എന്നുള്ളതൊന്നും ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ഇത്തരത്തിലുള്ള സമീപനങ്ങളാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് കൂടാതെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രിക്ക് മറുപടി ഇല്ലെങ്കിൽ പോലും മുഖ്യമന്ത്രി ഹെലികോപ്റ്ററിൽ പറന്നതിനെക്കുറിച്ച് BRM ഷഫീറിൻ്റെ ഒരു അനൗദ്യോഗികമായിട്ടുള്ളൊരു ന്യായീകരണം വന്നിട്ടുണ്ട്. കൂടാതെ ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൂടി പറഞ്ഞിട്ടുണ്ട്. ആ ഓഫീസ് പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, മുഖ്യമന്ത്രി സ്വന്തം ഫാദർ-ഇൻ-ലോയെ കാണാൻ വേണ്ടി മാത്രം പോയതല്ല, പകരം അവിടെ ഒരു ഔദ്യോഗിക പരിപാടി എറണാകുളത്തുണ്ടായിരുന്നു, അതിനു വേണ്ടിയാണ് എമർജൻസി ആയിട്ട് അദ്ദേഹം പോയത് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അപ്പോൾ പോലും ഒരു ചോദ്യമുണ്ട്, എന്തായിരുന്നു ആ എമർജൻസി പ്രോഗ്രാം? അത് ആരും അറിയാത്തൊരു പ്രോഗ്രാമാണോ എന്ന് ചോദിച്ചിട്ട് ആ പ്രോഗ്രാം എന്താണ് എന്നുള്ളത് ഇപ്പോഴും കണ്ടെത്തിയിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരത്തിൽ വളരെ അലംഭാവത്തോടുകൂടി കേരളത്തിലുണ്ടാകുന്ന ഒരു പ്രശ്നത്തെ എങ്ങനെയാണ് ഒരു മുഖ്യമന്ത്രിക്ക് സമീപിക്കാൻ കഴിയുക? അദ്ദേഹം ഇപ്പോഴും ഒരു പത്രസമ്മേളനം നടത്തി കേരളത്തോട് കൃത്യമായിട്ടുള്ള കാര്യം പറയാത്തത് എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിന് മറുപടികളില്ല. അതേസമയം തന്നെ ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. വലിയൊരു ഏകോപനം ഇവിടെ നടന്നു. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹെലികോപ്റ്റർ യാത്രക്ക് വേണ്ടിയിട്ടാണ്. അതായത് കേരളത്തിലുണ്ടായിരുന്ന ഹെലികോപ്റ്റർ എന്ന് പറയുന്നത് VT-BBA എന്ന് പറയുന്ന ഹെലികോപ്റ്ററായിരുന്നു. ആ ഹെലികോപ്റ്ററിൻ്റെ പൈലറ്റുമാർക്ക് ചില സാങ്കേതിക കാരണങ്ങളെ പറക്കാൻ കഴിയാത്തതുകൊണ്ട് പുതിയ ഹെലികോപ്റ്റർ VT-RGQ എന്ന് പറയുന്ന ഹെലികോപ്റ്റർ ചിപ്സൺ ഏവിയേഷൻസിൻ്റെ ഭാഗത്തു നിന്നും ബാംഗ്ലൂരിൽ നിന്ന് രാവിലെ ചാലക്കുടിക്ക് വരികയും അത് 8:13 ചാലക്കുടിയിൽ നിന്ന് വീണ്ടും 9:08 തിരുവനന്തപുരത്ത് എത്തുകയും അവിടെ നിന്ന് വീണ്ടും 9:27 കൊച്ചിയിലേക്ക് യാത്ര പുറപ്പെടുകയും ചെയ്തു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ വളരെ സൂക്ഷ്മമായിട്ടുള്ള പ്ലാനിങ്ങും കൃത്യമായിട്ടുള്ള ഏകോപനവും നടക്കുമ്പോഴാണ് നിങ്ങൾ അറിയേണ്ടത് ഒരു കാരണവശാലും ഈ പറയുന്ന കാര്യങ്ങളിലൊന്നും ഏകോപനമില്ല. എത്ര പേർ മരിച്ചു എന്ന് ചോദിച്ചാൽ ഉത്തരമില്ല. യാതൊരു വിധത്തിലും ഇപ്പം ഈ ഇവിടെ പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഇപ്പം റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുന്നത് എപ്പോഴാണ്? രാത്രി 11:30ക്കാണ് റെഡ് അലേർട്ടിന് സമാനമായിട്ടുള്ള മഴയുണ്ടാകുമെന്ന് പ്രഖ്യാപിക്കുന്നത്. പിറ്റേ ദിവസം 7 മണിക്കാണ് ഈ ഏറ്റവും അഫക്റ്റഡ് ആയിട്ടുള്ള ജില്ലകളിൽ പോലും റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ഗവൺമെൻറ് മെഷീനറി ആരുടെയും കൺട്രോളിലല്ല എന്ന് പറയുന്ന ഒരു കാര്യമാണുള്ളത്. നേരത്തെ അജിം ഷാ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. എല്ലാ ഉദ്യോഗസ്ഥരും പഴയതാണ്, നമ്മുടെ സംവിധാനങ്ങൾ പഴയതാണ്. യഥാർത്ഥത്തിൽ അത്തരം മെച്ചപ്പെട്ട സംവിധാനങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇപ്പോഴും ഇതൊരു പരിധിവരെയെങ്കിലും പ്രവർത്തിക്കുന്നത്. പക്ഷേ അതിൻ്റെ മുകളിൽ നേതൃത്വം കൊടുക്കാനുള്ള ഇച്ഛാശക്തിയുള്ള ഒരു ഭരണകൂടമില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്നുള്ളതിൻ്റെ ഉദാഹരണങ്ങളാണിത്. അപ്പോൾ അതുകൊണ്ട് മൂഴിയാർ ഡാം തുറന്നു വിട്ട പോലെ ഇപ്പോൾ അരമണിക്കൂറിനകം ഇനി കക്കയം ഡാം തുറന്നുവിടാൻ പോകുന്നുണ്ട്. ആ തുറന്നുവിടാൻ പോകുന്നതിൻ്റെ മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്.
അത് യഥാർത്ഥത്തിൽ രാജു എബ്രഹാമിന്റെ ഒക്കെ വിമർശനങ്ങൾ അതൊരു ഒരു ഒരു കൊണ്ടിട്ടാണ് ഈ പുതിയ പത്രങ്ങളിൽ ഒരു സംഭവിച്ചിട്ടുള്ളത്. ഒരു അപ്പോൾ പുതിയ സർക്കാർ വിമർശിക്കാതിരിക്കുക അല്ലെങ്കിൽ അധികാരത്തിലെത്തി. അസാധ്യമാണ് അത് ഇപ്പോൾ മാത്രമല്ല എന്നാണ് എനിക്ക് ഒരു ചെറിയ മറ്റു പ്രളയം പോലെയുള്ള ഒരു വലിയ പ്രളയമല്ല, ഒരു ചെറിയ രീതിയിലുണ്ടായ ഒരു പ്രളയമാണ്. അപ്പോൾ അത് പുതിയ സംവിധാനമാണ്. അതിനെ ഈ ഘട്ടത്തിൽ ഇങ്ങനെ വിമർശിക്കണോ എന്ന ഒരു ചോദ്യത്തിന് എങ്ങനെയാണ് താങ്കൾ മറുപടി കാണുന്നത്? അല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ അജീം ഷാദ് പറഞ്ഞ ചോദ്യത്തിൽ തന്നെയുള്ള ഉത്തരമാണ്. നമ്മൾ നേരത്തെ 2018 കണ്ട പോലെയുള്ള 54 ലക്ഷം പേരെ അഫക്റ്റ് ചെയ്തിട്ടുള്ള 65,000 പേരെ രക്ഷപ്പെടുത്തേണ്ടി വരുന്ന നിർണായകമായിട്ടുള്ള നമ്മുടെ ഒരുപക്ഷെ നമ്മളുടെ സംവിധാനങ്ങൾക്ക് പോലും ചെയ്യാൻ കഴിയുന്നതിനും അപ്പുറത്തുള്ള ഒരു വലിയ പ്രളയത്തെ നമ്മൾ നേരിട്ടവരാണ്. പക്ഷേ ആ പ്രളയത്തെ നേരിട്ടതിന് ശേഷം 2018 ശേഷം പിന്നീട് അത്തരത്തിലുള്ള ഒരു അനുഭവം ഇല്ലാതാക്കാൻ വേണ്ടി മഴക്കാല പൂർവ്വ ശുചീകരണങ്ങളെല്ലാം ചെയ്യാൻ ഗവൺമെൻറ്റുകൾ തയ്യാറായിരുന്നതാണ്. പക്ഷെ അങ്ങനെയൊക്കെയുള്ളൊരു സംവിധാനത്തെ നേരിട്ട നമുക്ക് വളരെ ചെറിയൊരു കാര്യമുണ്ടാകുമ്പോൾ പോലും അതിനെ എന്തുകൊണ്ട് നേരിടാൻ കഴിയുന്നില്ല എന്ന് ചോദിച്ചാൽ, ഇന്ന് യഥാർത്ഥത്തിൽ പറയുന്ന എ പി അനിൽകുമാറിൻ്റെയും കോൺഗ്രസ് MLA-മാരുടെയും ഏറ്റവും ഒടുവിൽ VT ബൽറാമിൻ്റെയും പോലും ഫേസ്ബുക്ക് പോസ്റ്റുകൾ എടുത്ത് നമ്മൾ വായിച്ചു നോക്കിയാൽ വരികൾക്കിടയിലൂടെ അവർ പറയുന്നൊരു കാര്യമുണ്ട്. അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഹെലികോപ്റ്റർ അടക്കം അനധികൃതമായിട്ടാണ് ഉപയോഗിച്ചതെങ്കിൽ നിങ്ങൾ പ്രതിപക്ഷം ഉണർന്നെണീറ്റ് വിമർശിച്ച് നേർവഴിക്ക് കൊണ്ടുവരൂ എന്നുള്ളതാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അവർ പോലും ഇതിനെയൊന്നും ന്യായീകരിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇപ്പം കാണുന്ന ഈ കാര്യങ്ങളെ, കാരണം ഇത് തുടങ്ങിയിട്ട് ഇപ്പോൾ 6 മണിക്കൂറല്ല 72 മണിക്കൂർ കഴിയാൻ പോകുന്നു. 72 മണിക്കൂറിനകം ഒരു സിസ്റ്റവും സംവിധാനവും ഉണർന്നെണീറ്റില്ലെങ്കിൽ ഇനിയൊരു 3 ദിവസവും കൂടി മഴയുണ്ടായാൽ സംഭവിക്കുന്ന കാര്യങ്ങൾ സംഭവിച്ചതിന് ശേഷം വിമർശിച്ചിട്ട് എന്ത് കാര്യം അന്വേഷിച്ചത്? തീർച്ചയായും ഇതാണ് ശ്രീ പടിപ്പാറ ഇങ്ങനെയാണ് കാണുന്നത്. ഒന്ന്, മുന്നറിയിപ്പുണ്ടായില്ല, അതിലെ ജാഗ്രതക്കുറവ്, അതിലെ വീഴ്ചകൾ, ഓക്കെ, അതവിടെ നിൽക്കട്ടെ, സംഭവിച്ചു. പക്ഷെ അതിനുശേഷമോ ഇപ്പോൾ പോലും ഒരു ഏകോപനമില്ല. മരണസംഖ്യയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ പരിക്കേറ്റവരുടെ കാര്യത്തിൽ പലരും പല കണക്കുകൾ പറയുന്നു. പ്രതിപക്ഷമൊന്ന് ഈ കോണ്ടക്സ്റ്റിൽ അല്ലെങ്കിൽ പോലും പ്രതിപക്ഷമൊന്ന് ഉണർന്ന് പ്രവർത്തിച്ച് ഇതിനെയൊക്കെ ശരിയാക്കുമെന്ന് VT ബൽറാമിൻ്റെ പോസ്റ്റ് ഇവിടെ ഉദ്ധരിക്കുന്നത് കണ്ടു. അത് സർക്കാസത്തിലൂടെ അനുകൂലമായാലും പ്രതികൂലമായാലും ഏതർത്ഥത്തിലായാലും അത് ചർച്ച ചെയ്യണം. അപ്പോൾ ഏകോപനമില്ലാത്തതും വീഴ്ചകൾ തുടരുന്നതും ഇനി കേരളം 2018 കണ്ടതിൻ്റെ ഭയമുള്ളത് കൊണ്ടാണ്. ഇനി ഇത്തരത്തിൽ പ്രകൃതി ക്ഷോഭങ്ങളോ മറ്റ് പ്രതിസന്ധികളോ വന്നാൽ ഇവരെങ്ങനെ ഇതൊക്കെ ടാക്കിൾ ചെയ്യും, ഇതൊക്കെ എങ്ങനെ നമ്മളിൽ നിന്ന് അകറ്റിക്കൊണ്ടു പോകും എന്നൊക്കെയുള്ള ആശങ്ക ബാക്കിയാകുന്നു. അവിടെയാണ് ഈ പ്രളയം ഇങ്ങനെ, അവിടെയാണ് ഈ ആറ്റിറ്റ്യൂഡ് കൂട്ടി വായിക്കുന്നത്. അല്ലാതെ വിരുന്നിന് പോയതോ ഭക്ഷണം കഴിച്ചതോ അല്ല. താങ്കൾ ഇത്രയും വിശദമായ ചോദ്യത്തിന്റെ ആവശ്യമില്ല. താങ്കൾ പറയാൻ വരുന്നതും ചോദിക്കാൻ വരുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇതേ ചോദ്യം തന്നെയാണ് നിങ്ങൾ കേരളത്തിന്റെ തെരുവായ തെരുവുകളിൽ, കേരളത്തിന്റെ സകല തെരുവോരങ്ങളിലും അല്ലാത്തടത്തും എല്ലാം വലിയ എന്താ പറയാ ഹോർഡിങ്സ് ആയിട്ട് സ്ഥാപിച്ചത്. LDF അല്ലാതെ മറ്റാരുണ്ട് എന്നുള്ള ചോദ്യം, ശ്രീ പിണറായി വിജയൻ അല്ലാതെ മറ്റാരുണ്ട് കേരളത്തെ നയിക്കാൻ എന്ന ചോദ്യത്തിന് കേരളം തന്ന ഉത്തരം നിങ്ങളുടെ മുമ്പിലുണ്ടല്ലോ കൃത്യമായിട്ട്. അല്ല, അത് 2 ടേം ഇരുന്നല്ലേ? 10 വർഷം ചരിത്രത്തിൽ ആദ്യമായി 10 വർഷം ഇരുന്നല്ലേ? ഇപ്പൊ താങ്കൾ ചോദിച്ച ചോദ്യം 10 വർഷം പ്രതിപക്ഷത്തിരുന്നില്ലേ, ഇരുത്തിയില്ലേ? അതുകൊണ്ട് അത് കാര്യമല്ല. ഞാൻ അതിന്റെ ഉത്തരം പറഞ്ഞോട്ടെ. താങ്കൾ ചോദിച്ച ചോദ്യം, ഇത്രയും ചെറിയത് വന്നിട്ട് ഇതുപോലെ പരാജയപ്പെടുന്ന ഒരു സർക്കാരിന് ഈ 2019 പോലെ ഒരു മഹാപ്രളയം വന്നാൽ ഇവരെന്ത് ചെയ്യും? VD സതീശൻ ആത്മഹത്യ ചെയ്യൂ? അല്ലെങ്കിൽ ഈ പറഞ്ഞ റവന്യൂ മന്ത്രി അനിൽകുമാർ നാട് വിട്ടുപോവോ? അല്ലെങ്കിൽ ഈ പറഞ്ഞ റാന്നി MLA അതുപോലെ തന്നെ ആറന്മുള MLA അന്തർധാനം ചെയ്യോ? ഭൂമി പിളർന്ന് അടിയിലേക്ക് പോവോ? ഇത്തരം ആശങ്കകൾ കുറെ കാലമായിട്ട് നിങ്ങൾ പറയുന്നുണ്ട്. അതായത് ഞങ്ങളല്ലാതെ മറ്റാരുമില്ല. അല്ല, അങ്ങനെ പൊളിറ്റിക്കലായി കാണേണ്ട ഒരു സാഹചര്യം അല്ല ഇവിടെ. അങ്ങനെ ഒരു കക്ഷി പൊളിറ്റിക്സിൽ അല്ലെങ്കിൽ ഒരു കക്ഷി രാഷ്ട്രീയത്തിൽ കാണേണ്ട കാര്യമല്ല ശ്രീ പടിപ്പാറ. ഇങ്ങനെ ഇടപെടല്ലേ? നിങ്ങൾ 3 1 4 പേരാണ്. ഞാൻ മറുവശത്ത് ഒരാളെ അത് താങ്കളാണ് ഏറ്റവും വലിയ ന്യായീകരണം പറയുന്നത്. അതായത് സംസാരിക്കാൻ പോലും സമ്മതിക്കുക. ഞാൻ ഇതിനകത്ത് രാഷ്ട്രീയം കാണാൻ ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. പ്രളയം എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിനപ്പുറത്ത് കേരളം ഒന്നിച്ചു നിന്ന് നേരിടേണ്ട ഒരു അവസ്ഥയാണ്. ആ അവസ്ഥയുടെ സമയത്ത് എങ്ങനെ രാഷ്ട്രീയമായി മുതലെടുക്കാമെന്നല്ല ശ്രമിക്കേണ്ടത്. ഈ പ്രളയബാധിതരായ ജനങ്ങളെ എങ്ങനെ രക്ഷിക്കാം, അവരുടെ ദുരന്തം എങ്ങനെ ലഘൂകരിക്കാം, അവരുടെ യാതനകൾ, അവരുടെ വേദനകൾ, അവരുടെ നഷ്ടങ്ങൾ എങ്ങനെ നമുക്ക് എത്രയും പരിമിതപ്പെടുത്താം എന്നതാണ് യഥാർത്ഥത്തിൽ ഈ ഘട്ടത്തിൽ എല്ലാ ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളും ചെയ്യേണ്ടത്.
പക്ഷെ നിർഭാഗ്യവശാൽ കേരളത്തിലെ രാഷ്ട്രീയം ആ രീതിയിലുള്ള ഒരു റെസ്പോൺസിബിൾ പൊളിറ്റിക്സ് അല്ല ചെയ്യുന്നത്. ആ രാഷ്ട്രീയത്തിന്റെ മുന്നിൽ നിൽക്കുന്ന ഇപ്പോ ഈ ചർച്ചയിലിരുന്ന 3 പേരുടെയും ആറ്റിറ്റ്യൂഡിൽ ഈ റെസ്പോൺസിബിൾ പൊളിറ്റിക്സ് ഞാൻ കാണുന്നില്ല. അതായത് ഈ 31-ാം തീയതി പുലർച്ചെ 3 മണിക്ക് ആണ് ഇതിന്റെ വ്യാപ്തി ഇത്രത്തോളം ആവുന്നത്. 3 മണിക്കാണെന്ന് ആലോചിക്കണം, പുലർച്ചെ 3 മണിക്ക് എന്ന് പറഞ്ഞാൽ ഫലത്തിൽ ഇന്നലെ 1-ാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത്. ഇന്ന് 2-ാം തീയതിയേ ആയിട്ടുള്ളൂ, മനസ്സിലാക്കണം. ഇന്ന് 2-ാം തീയതി ആയിട്ടുള്ളൂ. അതിനിടയിൽ നിങ്ങൾ ഈ പറയുന്നത്ര റാന്നിയിലും ആറന്മുളയിലും ഇത്രത്തോളം ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. അവിടേക്ക് ഇന്നിപ്പോ MLA-മാർ പറയുന്നത് ദയവ് ചെയ്ത് നിങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് വരൂ, റിസ്ക് എടുക്കരുത്, നിങ്ങൾ വരൂ എന്ന് വിളിച്ചിട്ടും വരാൻ തയ്യാറാകാത്ത ആളുകൾ നിൽക്കുക. നേരത്തെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ജയേന്ദ്രൻ സാർ പറഞ്ഞു ഞാൻ ആറന്മുളയില് വെള്ളം ഇറങ്ങിയത് അല്ല, ഞാൻ പറഞ്ഞത് റാന്നിയിൽ വെള്ളം ഇറങ്ങി, പക്ഷെ ആറന്മുളയിൽ വെള്ളം ഇറങ്ങാൻ 1-2 ദിവസം കൂടെ എടുക്കുമെന്ന് അബിൻ വർക്കി MLA പറഞ്ഞ കാര്യം തന്നെയാണ് ഞാനും പറഞ്ഞത്. കാരണം റാന്നിയിലെയും ആറന്മുളയിലെയും ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ വേറെയാണ്. മണിമലയാറ് ആറന്മുളയിൽ കുറച്ചുകൂടെ പരന്ന് അവിടെ പിടിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. റാന്നി അങ്ങനെയല്ല. അപ്പൊ ഇവിടെ എന്താ പ്രശ്നം? നമ്മളൊരു ദുരന്തം ഉണ്ടാവുന്നു, ഇത് ആരുടെയും കുറ്റമല്ല. അതായത് ഇത്ര നാളും മഴ പെയ്യാത്തതിനെ ചൊല്ലി കേരളം സങ്കടപ്പെട്ടിരുന്നപ്പോൾ പെയ്തപ്പോൾ അത് കേരളത്തിനെ സങ്കടപ്പെടുത്തുന്ന അളവിലായിപ്പോയി എന്നുള്ളത്. അതിപ്പോ ഇവിടെ കേരളത്തിൽ മാത്രമല്ല, എത്രയോ സ്ഥലത്ത് ഹിമാചൽ പ്രദേശിലും ജാർഖണ്ഡിലും സിംലയിലും ഇന്ത്യയുടെ പല ഭാഗത്തും മേഘവിസ്ഫോടനവും കൊടിയ നാശനഷ്ടങ്ങളും പലപ്പോഴായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തവണ എൽ നിനോ പ്രതിഭാസം പോലും ഉണ്ട്. അതിന്റെ ഒരു പ്രത്യാഘാതം കൂടിയാണ് ഇത് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. ഇതിലൊന്നും ഒരു സർക്കാർ വിചാരിച്ചാൽ മുഴുവൻ തടഞ്ഞു നിർത്താൻ കഴിയുന്ന കാര്യമല്ല. അതായത് 2-3 മണിക്കൂറിനുള്ളിൽ 1 മാസം പെയ്യേണ്ട മഴ ഒരു പ്രത്യേക സ്ഥലത്ത് പെയ്ത് ചെയ്താൽ ഒരു മേഘവിസ്ഫോടനം പോലെ അല്ലെങ്കിൽ ഒരു മേഘസ്ഫോടനം പോലെ 200 മില്ലിമീറ്ററിലധികം, ദാറ്റ് മീൻസ് 20 സെന്റിമീറ്ററിലധികം മഴ ഇങ്ങനെ പെയ്താൽ, തിമിർത്ത് പെയ്താൽ ഏത് പ്രദേശത്തും പ്രളയം ഉണ്ടാകും, ഏത് പ്രദേശത്തെ പുഴകളും കരകവിയും, ഏത് ഡാമുകളും, ചെറിയ ഡാമുകളാണ്, ഇടുക്കി പോലുള്ള ഡാമുകളല്ല, അല്ലെങ്കിൽ മലമ്പുഴ പോലുള്ള ഡാമുകളല്ല, ശബരിഗിരി പോലുള്ള ഡാമുകളല്ല, മറിച്ച് ചെറുകിട ഡാമുകൾ മലങ്കര പോലെയും അതുപോലെ തന്നെ മംഗലം ഡാം പോലെയും മീങ്കര പോലെയൊക്കെയുള്ള ചെറു ഡാമുകൾ ഒരു രാത്രി തന്നെ ഈ 300 സെന്റിമീറ്റർ മഴയൊക്കെ പെയ്താൽ തനിയെ നിറയും. ആ ഘട്ടത്തിൽ ആ ഡാം പൊളിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഈ ഡാം കവിഞ്ഞൊഴുകുന്ന ഒരു സ്ഥിതി വന്നാൽ ഈ പ്രോട്ടോക്കോളും റൂൾ കർവും മാത്രം നോക്കാൻ ഉദ്യോഗസ്ഥർക്ക് ചിലപ്പോൾ കഴിഞ്ഞൊന്നും വരില്ല. നമുക്ക് അതിനുശേഷം വിമർശിക്കാം, എന്തുകൊണ്ട് മുന്നറിയിപ്പ് കൊടുത്തില്ല, എന്തുകൊണ്ട് ഈ കാര്യം നേരത്തെ പറഞ്ഞില്ല, ആ ജനങ്ങളെ അറിയിച്ചില്ല എന്ന് ചോദിക്കാം. ഇതായിരുന്നോ മുൻകാലത്ത് ഇതിനേക്കാൾ കൂടുതൽ മഴ ഒരു മണിക്കൂറിൽ പെയ്തപ്പോൾ ഉണ്ടായിരുന്നത്? ശ്രീ പറയാം അജിത് ഷാദെ, 2019 ഇതേ വാദം തന്നെ UDF പറഞ്ഞാണ് അടിക്കാനുള്ള, അന്നത്തെ സർക്കാരിനെ അടിക്കാൻ ഇത് മാൻമെയ്ഡ് ഡിസാസ്റ്റർ ആണ് എന്ന രീതിയിൽ പറഞ്ഞതാണ്. അങ്ങനെ പറഞ്ഞവർക്ക് അങ്ങനെ ഒരു ആവർത്തനം ഉണ്ടാകാതെ നോക്കാനുള്ള ബാധ്യതയുണ്ടെന്നുള്ളത് ഞാൻ പറയുന്നു. പക്ഷെ ഇവിടെ ഇപ്പോൾ വലിയ ഡാമുകളല്ല, കേരളത്തിൽ അങ്ങോളങ്ങോളമുള്ള ഡാമുകളൊന്നും തുറന്നു വിട്ടിട്ടില്ല. ഈ പറയുന്ന ആ പ്രദേശത്തെ മൂഴിയാറടക്കമുള്ള 1-2 ഡാമുകളാണ് ഇങ്ങനെ തുറന്നു വിടേണ്ടി വന്നത്. ഇത് റൂൾ കർവ് അനുസരിച്ച് 2019 ശേഷം ഡാമുകളുടെ വാട്ടർ മാനേജ്മെന്റിന്റെ കാര്യത്തിൽ ജാഗ്രതയുണ്ട്. ഉദ്യോഗസ്ഥർക്ക് കോടതിയുടെ വരെ താക്കീത് കിട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ പീച്ചി ഡാം തുറന്നു വിട്ട് അങ്ങനെ ഉണ്ടാക്കിയ, ഞാൻ തൊട്ടടുത്താണ് അതിന്റെ അടുത്ത് താമസിക്കുന്നത്, ഇങ്ങനെ തുറന്നു വിട്ട് ഉണ്ടാക്കിയ ആ വലിയ ഡിസാസ്റ്ററിന്റെ പേരിൽ മുന്നറിയിപ്പ് കൊടുക്കാതെ തുറന്നു വിട്ടു. അത് 2019 ശേഷം പിന്നീടുള്ള വർഷങ്ങളിലും ഉണ്ടായി. അപ്പൊ അതിന്റെ പേരിൽ കോടതി ഇടപെട്ടു, ജില്ലാ കളക്ടർ ഇടപെട്ടു, നഷ്ടപരിഹാരം കൊടുക്കാനുള്ള വിധി ഉണ്ടായി. അങ്ങനെ പല സംഗതികളും അവിടെ അതിന്റെ പേരിൽ വലിയ ആക്ഷൻസ് ഉണ്ടായി. അപ്പൊ ഇപ്പൊ ഉദ്യോഗസ്ഥർ വളരെ ജാഗ്രതയോടാണ് ചെയ്യുന്നത്. പക്ഷെ ആ ഉദ്യോഗസ്ഥർ ഈ അബിൻ വർക്കി അടക്കമുള്ളവർ തുടക്കത്തിൽ പറഞ്ഞത് താങ്കളുടെ ഓർമ്മപഥത്തിലില്ലേ? അവർ പറഞ്ഞത് ഈ ഒരു സംവിധാനവും സർക്കാരിന്റെ സംവിധാനവും ഇവിടെ എത്തിയിട്ടില്ല, പല വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്, MLA-മാർക്ക് പോലും പറയേണ്ട ഒരു സാഹചര്യമില്ലേ? അത് എപ്പോഴാണ് അബിൻ വർക്കി? അതായത് ഇതിപ്പോ ഇന്നലെ തുടങ്ങിയ ദുരിതാശ്വാസ ക്യാമ്പുകളാണ്. അവിടേക്ക് ആളുകളെ കൊണ്ടുവരുന്നു. ചെറിയ പോരായ്മകൾ, ഞാനും ഒരുപാട് ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇത്തരം ഘട്ടങ്ങളിൽ അവിടെയൊക്കെ കാണുകയും തുടക്കത്തിൽ അവിടെ ജനങ്ങൾക്കുണ്ടാകുന്ന അസൗകര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് പാർട്ടി നോക്കാതെ എല്ലാവരും ഇറങ്ങിയിട്ട് കഴിയുന്നത്ര സർക്കാർ സംവിധാനം വരുന്നതിന് മുമ്പ് തന്നെ ആ തുടങ്ങുന്ന ഘട്ടത്തിൽ അവർക്ക് ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള പച്ചക്കറിയും അതുപോലെ തന്നെ ധാന്യങ്ങളും അതുപോലെ മറ്റു അവർക്ക് ആവശ്യമായിട്ടുള്ള പുതപ്പ്, ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ വരുന്നവർക്ക് വസ്ത്രങ്ങൾ, അതൊക്കെ ഞങ്ങൾ തന്നെ വീടുകളിൽ നിന്ന് സമാഹരിച്ച്, അതിനകത്ത് രാഷ്ട്രീയമൊന്നും നോക്കാറില്ല, സമാഹരിച്ച് കൊടുക്കാറുണ്ട്. അതൊക്കെ പെട്ടെന്ന് തന്നെ നടക്കുകയും ചെയ്യും. അങ്ങനെ എത്രയോ തവണ ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. തീർച്ചയായും. ശരി, താങ്കളുടെ വാദം ഓക്കെ.
ഞാൻ ശ്രീ പ്രകാശ് മാസ്റ്ററിലേക്ക് അങ്ങനെ ചെയ്യാറുണ്ട്. ആ അപ്പൊ നമ്മൾ ശ്രീ പ്രകാശ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ടു ഏർലി. ഇപ്പൊ നടത്തുന്നിടത്തോളം തീവ്രമായ വിമർശനങ്ങൾ നടത്താൻ മാത്രം സമയമായിട്ടില്ല എന്നുള്ളതാണ് എന്റെ ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തത്, ഇത് രാഷ്ട്രീയം കളിക്കേണ്ട ഒരു ഇതല്ല. ഇനി ഹെലികോപ്റ്റർ ഉപയോഗിച്ചവരൊക്കെ അപാകതയുണ്ടെങ്കിൽ മുമ്പ് ഇതേ വിമർശനങ്ങൾ UDF LDF-ന് നേരെ ഇല്ല ഇങ്ങനെ ഒരു വിമർശനം ഉണ്ടായിട്ടില്ല. അത് ഫാക്ച്വലി എററാണ്. കാരണം സ്വകാര്യ ആവശ്യത്തിന് മുൻ സർക്കാർ ഒരിക്കൽ പോലും ഇത് ഉപയോഗിച്ചിട്ടില്ല. അമ്മായിയപ്പനെ സന്ദർശിക്കാനായി ഉപയോഗിച്ചത് ഈ വിമർശനങ്ങൾ അന്ന് നടത്തിയവർ, പൊതു ആവശ്യത്തിനായി വിമർശനം നടത്തിയ അന്ന് നടത്തിയവർ, പൊതു ആവശ്യത്തിനായുള്ള ഹെലികോപ്റ്ററിന് പോലും വിമർശിച്ചവർ ഇന്ന് സ്വകാര്യ ആവശ്യത്തിനായി അതേ ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നു. അവിടെയാണ് ശ്രീ പൊടിപ്പാറ സാർ. അതിന് താങ്കൾ വളച്ചൊടിക്കരുത്, വക്രീകരിക്കരുത്. ഈ VD സതീശനെതിരെ ഉണ്ടാകുന്ന വിമർശനങ്ങളൊക്കെ സാധാരണഗതിയിൽ ഈ വിമർശനങ്ങളൊക്കെ ബുധനാഴ്ച ടു ബുധനാഴ്ച വരെ ആയുസ് ഉണ്ടാവാറുണ്ട്. അദ്ദേഹം ബുധനാഴ്ച മന്ത്രിസഭാ യോഗത്തിന് ശേഷം പത്രസമ്മേളനം നടത്തും. അതുവരെ കെട്ടിപ്പൊക്കിയതൊക്കെ കോട്ടകളെല്ലാം അല്ലെങ്കിൽ അത് തോന്നുന്നതാണ്. അത് കഴിഞ്ഞ് കൂടുതൽ ജീർണിച്ച അവസ്ഥയിൽ ചർച്ച ചെയ്യുകയാണ് സംഭവം. അത് താങ്കൾ അറിയാത്തതാണോ, അറിഞ്ഞിട്ട് മറച്ചു വെക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല. ഏത് വിഷയം അത് നമുക്കെടുക്കാം. അത് വേണമെങ്കിൽ 1 മണിക്കൂർ നമുക്ക് ചർച്ച ചെയ്യാം. ഓരോ വിഷയവും തുടക്കം മുതൽ ഓരോ വിഷയവും എടുത്താൽ നമുക്ക് ചർച്ച ചെയ്യാം. നമുക്കത് മറ്റൊരു വിഷയമായതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ശ്രീ പ്രകാശം മാസ്റ്റർ, ഇതുവരെ ഉണ്ടായ ഏകോപനത്തിൻ്റെ കാര്യത്തിലുണ്ടായ വീഴ്ചകളൊക്കെ സ്വാഭാവികമാണ്. മണിക്കൂറുകൾ മാത്രമേ ആയിട്ടുള്ളൂ. വിമർശനത്തിന് പാത്രീഭൂതമായ ഒരു ഘട്ടവും ഇപ്പോൾ എത്തിയിട്ടില്ല. ഇത് ഈ ഘട്ടത്തിൽ കക്ഷി രാഷ്ട്രീയം കാണേണ്ട നിമിഷമല്ല. ഇതാണ് ശ്രീ പൊടിപ്പാറ മുമ്പോട്ട് വെക്കുന്നത്. ഇതിൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ പ്രസ്താവന ശ്രീ ജോർജ് പൊടിപ്പാറ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒറ്റക്കെട്ടായി എല്ലാവരും രംഗത്തിറങ്ങണം, കക്ഷി രാഷ്ട്രീയം നോക്കാതെ മുഴുവൻ ആളുകൾ രംഗത്തിറങ്ങണം എന്ന് ഈ കേരളത്തോട് പറഞ്ഞ പാർട്ടി CPIM ആണ്. ഇപ്പം ഞാനിപ്പോൾ ഇന്ന് നിരവധി പ്രദേശങ്ങളിലെ ഈ പറയുന്ന ദുരിതാശ്വാസ ക്യാമ്പുകളും ദുരിതമുണ്ടായ സ്ഥലങ്ങളും സന്ദർശിച്ചു. അവിടെയെല്ലാം ഇപ്പോൾ ഞാൻ CPM ആണ് എന്നുള്ളതുകൊണ്ട് പറയുന്നില്ല, എല്ലാ സ്ഥലങ്ങളും നിറഞ്ഞു നിന്ന് ഇതിൽ ദുരിതാശ്വാസ പ്രവർത്തനം നടത്തുന്നത് DYFIയും CPM-ഉമാണ്. നിർഭാഗ്യവശാൽ എൻ്റെ ജില്ലയായതുകൊണ്ടാവാം ഒരൊറ്റ കോൺഗ്രസ്സുകാരനെയും ആ നിലക്ക് ഞാനിവിടെയും കണ്ടിട്ടില്ല. ഞങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കുകയാണ് പൂർണ്ണമായിട്ട്. എന്നാൽ ജോർജ് പൊടിപ്പാറയെ പോലുള്ള ആളുകൾ അവരുടെ ഒരു വിശ്വാസ്യതയെ കളങ്കപ്പെടുത്തരുത്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ പറയുന്ന പോലെ ഇതെല്ലാം റെസ്പോൺസിബിൾ പൊളിറ്റിക്സ് കൈകാര്യം ചെയ്യുന്നവർ ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ 5 വർഷം ഏറ്റവും ചുരുക്കുന്നത് 10 വേണ്ട LDF-ൻ്റെ ഗവൺമെൻറ് നടപ്പാക്കിയ ഒരൊറ്റ ജനകീയ പ്രവർത്തനങ്ങളോട് ഈ പറയുന്ന പോലെ റെസ്പോൺസിബിൾ പൊളിറ്റിക്സ് കാണിച്ച ഒരു പാർട്ടിയോ മുന്നണിയോ അല്ല കോൺഗ്രസും അതുപോലെ UDF-ഉം. ജോർജ് പൊടിപ്പാറ ഒരിക്കൽ പോലും അതിനെ വിമർശിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. ഇവിടെ ഇത്തരം എല്ലാ പ്രളയത്തിൻ്റെ ഉൾപ്പെടെയുള്ള എല്ലാ സന്ദർഭങ്ങളിലും ഇതുപോലെ രാഷ്ട്രീയം കളിച്ച ആളുകൾ കോൺഗ്രസും സതീശനെയും പോലെ മറ്റാളുകളില്ല. അന്നും അവരെ വിമർശിക്കാൻ തൻ്റെ ഈ വിവേചനപരമായിട്ടുള്ള ഒരു നിലപാട് ജോർജ് പൊടിപ്പാറ എടുത്തതായിട്ട് ഞങ്ങൾക്കാർക്കും അറിയില്ല. അദ്ദേഹം അപ്പോഴും ഈ പറയുന്ന UDF-ൻ്റെ തികച്ചും രാഷ്ട്രീയം കളിക്കുന്ന നിലപാടുകളെ പിന്തുണക്കുന്ന ഒരു നിലപാട് മാത്രമേ അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളൂ. പിന്നെ ഇത്തരം വിഷയങ്ങളിൽ ഞങ്ങൾ പറയുന്നതിപ്പോൾ 1-ാം തീയതി വെള്ളത്തിലൊഴുകിപ്പോയ ഒരാൾ അയാൾ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് 2 ദിവസമല്ലേ ആയുള്ളൂ, അടുത്ത ദിവസം നോക്കാമെന്ന് പറഞ്ഞ് സാധിക്കുമോ? ഞാൻ പറഞ്ഞത് ചെറുപുഴയിൽ ഒരാളെ കാണാതായിട്ട് 24 മണിക്കൂർ കഴിഞ്ഞു ഇന്ന് വൈകുന്നേരത്തേക്ക്. അവിടെ ഈ തെരച്ചിലിന് ഒരു സംവിധാനമില്ല. മുതലപ്പൊടിയിൽ ഒരാൾ പോയിട്ട് 14 മണിക്കൂർ കഴിഞ്ഞു. അവരെ വെള്ളത്തിലെവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ ഒരു സംവിധാനവും ഇല്ല. അവിടെ എവിടെയും ഈ പറയുന്ന പോലെ ദുരന്ത നിവാരണ സംവിധാനത്തിൻ്റെ എന്തെങ്കിലും ഒരു ഏർപ്പാട് ഇവിടെ എത്തിയിട്ടില്ല. അവിടെ രാത്രി കാലത്ത് വിളക്ക് കത്തിക്കാൻ സംവിധാനം ഏർപ്പെടുത്തിയിട്ടില്ല. അവിടെ ആളുകൾക്ക് രോഗം വന്നാൽ ചികിത്സിക്കാൻ മരുന്നിൻ്റെ സംവിധാനമില്ല, ഡോക്ടർ എത്തിയിട്ടില്ല. അവരുടെ ഈ പറയുന്ന നഷ്ടം പിന്നെ തിട്ടപ്പെടുത്താൻ തഹസിൽദാറോ അതോ വില്ലേജ് ഓഫീസറോ അല്ലെങ്കിൽ ഈ പറയുന്ന ഉദ്യോഗസ്ഥന്മാരോ എത്തിയിട്ടില്ല. അതെപ്പോഴെങ്കിലും എത്തിയാൽ പോരല്ലോ. അത് ഈ കേരളത്തിൽ എല്ലാ കാലത്തും കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് പ്രത്യേകിച്ചും കൃത്യമായ നിർദ്ദേശത്തോടെ ഉദ്യോഗസ്ഥന്മാർ ആ സമയത്ത് എത്തി അവിടെ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഒന്നും ആരംഭിച്ചിട്ടില്ല. ഈ ദുരന്തം ആരംഭിച്ചിട്ട് 2 ദിവസമാവുകയാണ്. അപ്പോൾ ദുരന്തത്തിൻ്റെ മേലെയുള്ള പ്രവർത്തനത്തിന് ഒരാഴ്ച കഴിഞ്ഞ് 1 മാസം കഴിയട്ടെ എന്നിട്ട് വിലയിരുത്താം എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. വെള്ളത്തിൽ മുങ്ങുന്നവന് അപ്പോൾ രക്ഷിക്കാൻ കരങ്ങൾ വേണം. ആ കരമില്ലെന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു കരുതലിന്റെ കരങ്ങളില്ല എന്ന് മാത്രമല്ല, തെരച്ചിലിന് ഞാൻ രക്ഷാപ്രവർത്തനത്തിന്റെ തെരച്ചിലിന് എന്തെങ്കിലും സംവിധാനം ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാക്കിയിട്ടെന്ന് പറയട്ടെ. തീർച്ചയായും
ഈ സാമാന്യ മനുഷ്യനെ സംബന്ധിച്ച് ഈ മുന്നറിയിപ്പ് അവരിങ്ങനെ മുതൽ പ്രയാസങ്ങളുടെ ഇപ്പോഴുള്ള നടുവിൽ വരുമ്പോൾ രക്ഷാപ്രവർത്തനത്തിന്റെ ഘട്ടത്തിൽ വരെ ഉള്ള വീഴ്ചകളെ കൂട്ടി വായിക്കണം. പുനരധിവാസം അടക്കം ഉള്ള വിഷയങ്ങളെയൊക്കെ കൂട്ടി വായിക്കുമ്പോൾ കാണുന്ന വീഴ്ചകളെയാണ് ഈ വിമർശിക്കുന്നത്. അല്ലാതെ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഇപ്പോഴത്തെ ഭരണപക്ഷം മുൻ പ്രതിപക്ഷം ചെയ്തതുപോലെ ഒരു രീതിയിലേക്കല്ല. ഇവിടെ നാം വീഴ്ചകൾ തൊട്ടറിയുകയാണ്. ആ വീഴ്ചകൾ പരിഹരിക്കാമായിരുന്നു എന്നുള്ളതാണ് ഇവിടെ നിരീക്ഷിക്കപ്പെടുന്നത്. ശ്രീ എം ജയചന്ദ്രൻ, ഏതെങ്കിലും തരത്തിൽ ഒരു കക്ഷി രാഷ്ട്രീയത്തിൻ്റെ താല്പര്യങ്ങളാണോ മുഖ്യമന്ത്രി വിരുന്നിൽ പങ്കെടുത്തു, ഇത്രയേറെ നാട് മുങ്ങി നിൽക്കുമ്പോൾ ഒരു വിരുന്നിൽ വളരെ ആഘോഷം മൂഡിൽ പോയി പങ്കെടുത്തത്? അത് ഒരു ഭക്ഷണം കഴിക്കലാണ്, ഒരു വിരുന്നാണ് എന്ന് കാണാനാകാത്ത ഏതെങ്കിലും കക്ഷി രാഷ്ട്രീയ ബാധ താങ്കളെപ്പോലെയുള്ളവർക്ക് പിടികൂടിയത് കൊണ്ടാണോ? ഹെലികോപ്റ്ററിൽ പൊതുകാര്യങ്ങൾക്ക് ഉപയോഗിച്ചത് സ്വന്തം കാര്യത്തിന് ഉപയോഗിക്കുന്ന ഒരു രീതി, അത് കാലം മാറിയതനുസരിച്ച് വേണ്ടതല്ലേ? കെ മുരളീധരൻ ചോദിച്ചതുപോലെ കാറിൽ പോകാൻ പറ്റാത്തടത്ത് ഹെലികോപ്റ്ററിൽ പോകണ്ടേ? അതിനെയും വിമർശിക്കുന്നത് കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ബാധ കൊണ്ടാണോ? ഈ ഘട്ടത്തിലുള്ള എല്ലാ വിമർശനങ്ങളെയും ഇങ്ങനെയാണോ കാണേണ്ടത്? കാരണം പ്രളയമല്ലേ ശ്രീ ജയചന്ദ്രൻ? അജിംഷാദെ, അതില് ഇപ്പോ പ്രിയപ്പെട്ട പിടിപാറ സാർ ചില കാര്യങ്ങൾ ഈ ഘട്ടത്തിൽ അഡ്മിറ്റ് ചെയ്യുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. LDF ഭരിച്ച കാലത്ത്, പ്രളയകാലത്ത് അല്ലെങ്കിൽ വെള്ളപ്പൊക്ക കാലത്ത് ഇത്തരം കാര്യങ്ങളിൽ അന്ധമായ രാഷ്ട്രീയ വിമർശനം ഉന്നയിക്കാതിരിക്കാനുള്ള മാന്യത അവരും കാണിക്കേണ്ടതാണ് എന്നൊരു നിരീക്ഷണം അല്ലെങ്കിൽ നിലപാട് അദ്ദേഹം സ്വീകരിക്കുന്നുണ്ട്. അതാണ് കാര്യം. ഒരു പൊളിറ്റിക്കൽ ഇൻകറക്റ്റ് ആയിരുന്നു നിലപാട് അവരുടെ എന്ന് അദ്ദേഹം പരോക്ഷമായി സമ്മതിക്കുകയാണ്. അത് പിന്നെ എംഫാറ്റിക്കലി പറഞ്ഞു പോകേണ്ട കാര്യം തന്നെയാണ്. അതിന്റെ ഭാഗമാണ് ഈ ഹെലികോപ്റ്റർ യാത്രയും അങ്ങനെ തന്നെയാണ് വരേണ്ടത്, വരുന്നതും അങ്ങനെ തന്നെയാണ്. ഇത് മെയ് 1 മംഗലാപുരത്തേക്ക് ചാർട്ടേഡ് ഫ്ലൈറ്റിൽ പോയി. ഇന്നിപ്പോ ചാർട്ടേഡ് ഫ്ലൈറ്റ് അല്ല, പക്ഷേ സംസ്ഥാന സർക്കാർ വാടകയ്ക്കെടുത്ത സ്വകാര്യ വിമാനമാണ്, സ്വകാര്യ ഹെലികോപ്റ്ററാണ്. ഇപ്പൊ രണ്ടിനും എന്താണ് കാരണം? അദ്ദേഹം തന്നെ പറഞ്ഞതുപോലെ എന്തോ സ്വകാര്യ പരിപാടി ഉണ്ടായിരുന്നെങ്കിൽ പൊതുപരിപാടി ആണെങ്കിൽ പൊതുപരിപാടി ഏതാണ്? മുഖ്യമന്ത്രിയുടെ പൊതുപരിപാടികൾ രഹസ്യമായിട്ടിരിക്കേണ്ടതല്ലോ, അത് പരസ്യപ്പെടുത്തുന്നതിന് ഒരു പ്രയാസവും ഇല്ലാത്തതല്ലേ? ഇന്ന പരിപാടിക്കാണ് CM പോയത് അവിടെ എന്ന് പറഞ്ഞാൽ തീരുന്ന കേസല്ലേ ഉള്ളൂ. പക്ഷെ അതല്ല, അദ്ദേഹത്തിന് ഒരു പൊതുപരിപാടി ഉണ്ടായിരുന്നു. ഇതിലും വലിയ പെരുന്നാൾ വന്നിട്ട് പോയില്ല പിന്നല്ലേ? കാരണം ഈ എന്താണ് മംഗലാപുര യാത്രയെ സംബന്ധിച്ച് പോലും ഇതുവരെയും വിശദീകരിച്ചിട്ടില്ല. ഈ ചക്രവാണി അടക്കമുള്ളവരൊക്കെ ഇപ്പോഴും വിശദീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഓരോ നിഗൂഢത. അപ്പോഴാണ് ഞാൻ സമയപരിമിതി ഉള്ളതുകൊണ്ട് തന്നെ ഇടപെടുകയാണ്. തീർച്ചയായും. അല്ല, അജിംഷാദ് ഒറ്റ കാര്യം കൂടെ പറഞ്ഞു നിർത്താം. ഇത് ഇന്ന് രാത്രിയിൽ പത്തനംതിട്ടയിൽ മിന്നൽ പ്രളയം ഉണ്ടാകും എന്ന് പറയുന്നത് ആരാണ്? നമ്മളാരെങ്കിലും ആണോ? വിമർശനം ഉന്നയിക്കുന്ന ആരെങ്കിലും ആണോ? മന്ത്രി PC വിഷ്ണുവാണേ. അദ്ദേഹത്തിന് എവിടെ നിന്നാണ് ഈ വിവരം കിട്ടിയത്? അപ്പോ അനാസ്ഥയും ഏകോപനക്കുറവും എന്ന് പിന്നെ ശ്രീ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് ആക്ഷേപിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ ശരിയായി വരികയല്ലേ ചെയ്യുന്നത്? ഈ അനാസ്ഥയും ഏകോപനക്കുറവും മാറ്റണം എന്ന് നമ്മൾ പറയുന്നുള്ളൂ. അതല്ലാതെ ഇത് മുഴുവൻ തകരാറിലായിരുന്നോ, VD സതീശൻ വന്ന പാടെ അങ്ങോട്ട് വിമർശിക്കാൻ പോകുന്നു എന്നുള്ള അർത്ഥത്തിലേക്ക് കാണേണ്ടത്. ശ്രീ ചക്രവാണി, മുൻകാലം താങ്കൾക്ക് ഓർമ്മയുണ്ട്, ഇവർ പ്രതിപക്ഷത്തിരിക്കുന്ന ഘട്ടത്തിൽ വിമർശിച്ച രീതിയോ ഭാവമോ എങ്ങാണമാണോ ഇപ്പോൾ ഇത്തരം വീഴ്ചകളെ ചൂണ്ടിക്കാണിക്കാൻ ഇപ്പോഴത്തെ പ്രതിപക്ഷം ഉപയോഗിക്കുന്നത്? നമുക്ക് ചർച്ച വൈൻഡപ്പ് ചെയ്യാം. കാടടച്ച് വെടിവെക്കില്ലേ? ഒരിക്കലുമല്ല. പ്രതിപക്ഷം കുറേ കൂടി മര്യാദയോടുകൂടിയും നിഷ്പക്ഷവുമായിട്ടും വളരെ വസ്തുതാപരമായിട്ടുമാണ് വിമർശിക്കുന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം. അതിനെപ്പോലും യഥാർത്ഥത്തിൽ രാഷ്ട്രീയമായി വിമർശിക്കുകയാണ് എന്ന് വരുത്തി തീർക്കാനായിട്ട് പ്രിയപ്പെട്ട ജോർജ് പൊടിപാറ സാർ, അദ്ദേഹം വളരെ സീനിയറാണ്, ബഹുമാനത്തോടെ പറയുന്നു, അദ്ദേഹം ഇവിടെ വളരെ തന്ത്രപരമായി ഇടപെടുകയും നമ്മളൊക്കെ രാഷ്ട്രീയം പറയുകയാണ്, അദ്ദേഹം മാത്രം അരാഷ്ട്രീയമായി വളരെ കൃത്യമായി വസ്തുതാപരമായി സംസാരിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് ധാരണ പരത്താണ്. എൻ്റെ സാറേ, ഞാനൊന്ന് തിരിച്ചു ചോദിക്കട്ടെ. മുതലപ്പൊഴിയിൽ ആളുകൾ അപകടത്തിൽപ്പെട്ട് 10 പേരെ കാണാതായപ്പോൾ അതിന് 14 മണിക്കൂർ വൈകുമ്പോൾ ആരുടെ ഒപ്പമാണ് നമ്മൾ നിൽക്കേണ്ടത്? നമ്മൾ മുഖ്യമന്ത്രിയുടെ ഒപ്പം നിൽക്കണോ, റവന്യൂ മന്ത്രിയുടെ ഒപ്പം നിൽക്കണോ, അതോ മുതലപ്പൊഴിയിലെ ജനങ്ങളുടെ ഒപ്പം നിൽക്കണോ? മൂഴിയാർ ഡാം തുറന്നു വിടുകയും 1 മണിക്ക് തുറന്നു വിടുകയും ഒരു മുന്നറിയിപ്പില്ലാതെ തുറന്നു വിടുകയും ചെയ്തതിന് ശേഷം കോടിക്കണക്കിന് രൂപയുടെ ഉൽപ്പന്നങ്ങൾ അത് ഞങ്ങൾക്ക് 2 മണിക്കൂർ സമയം കിട്ടിയെങ്കിൽ എടുത്തു മാറ്റാമായിരുന്നു എന്ന് പറഞ്ഞ് വിലപിക്കുന്ന കഴിഞ്ഞ ഗവൺമെൻറ് 10 ലക്ഷം രൂപ ഞങ്ങൾക്ക്
പല ഇൻഷുറൻസിലൂടെ തന്നിരുന്നു എന്ന് പറയുന്ന ആ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ബിസിനസ്സുകാരടക്കമുള്ള ആളുകൾ അവരുടെ ഉപജീവനമാർഗ്ഗം മുട്ടി നിൽക്കുന്ന ആളുകളുടെ ഒപ്പം നിൽക്കണോ സാർ? അപ്പം നമ്മൾ അവരുടെ ഒപ്പം നിന്ന് ഈ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അദ്ദേഹം ഉത്തരവാദിത്വത്തോടുകൂടി പെരുമാറണമെന്ന് വളരെ മിതമായ ശ്രീ പൊടിപ്പാറ എന്തോ പറയുന്നു, പെട്ടെന്ന് ശ്രീ ചക്രവാണി കാര്യം കൂടി ഈ അദ്ദേഹം പറയൂ ശ്രീ പൊടിപ്പാറ. അവർക്ക് ഈ കെടുതി അനുഭവിക്കുന്ന വ്യാപാരികൾക്ക് നിങ്ങൾ അന്ന് ചെയ്തതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ചാലക്കുടിയിലോ അപ്പോ നിഷ്പക്ഷ ഭാവമല്ല, ഞാൻ പൂർണ്ണമായും നിഷ്പക്ഷനാണ് എന്ന് തന്നെ അദ്ദേഹം വിലയിരുത്തുകയാണ്, അടിവരയിടുകയാണ്. ശ്രീ പൊടി പറയാൻ തിരിച്ചതാ. ഇനി ഒരല്പം സമയം കൂടി കൊടുക്കുക. ഒരൊറ്റ മിനിറ്റ് കൂടി സാർ. ഈ സർക്കാർ എങ്ങനെ ശരി ശ്രീ ചക്രവാണി കംപ്ലീറ്റ് ചെയ്യൂ ശ്രീ ചക്രവാണി. ഒരൊറ്റ മിനിറ്റ് കൂടി സാർ. ഇനി സാറ് പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുള്ളത്, സാറിൻ്റെ വലിയ ആത്മവിശ്വാസം കൂടി സാർ ഒന്ന് പ്രകടിപ്പിച്ചു. അത് യഥാർത്ഥത്തിൽ ഇപ്പൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരും ചെയ്യുന്നൊരു പണിയാണ്. ഇതിൽ ഇപ്പോൾ കേരളത്തിൽ മിണ്ടാത്ത രണ്ട് പാർട്ടികളേ ഉള്ളൂ. ഒന്ന് BJPയും ഒന്ന് ഇതുപോലെ രാഷ്ട്രീയ നിരീക്ഷകരുമാണ്, ചില ജേർണലിസ്റ്റുകളുമാണ്. അതിൽ അവർ പറഞ്ഞ ഒരു കാര്യം, സാറ് പറഞ്ഞ ഒരു കാര്യത്തിന് കൂടി മറുപടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചേക്കാം. അതെന്ന് പറയുന്നത് ബുധനാഴ്ച വരെ മാത്രമേ സതീശനെതിരെയുള്ള വിമർശനങ്ങൾക്ക് ആയുസുള്ളൂ എന്ന് സാർ പറഞ്ഞു. അതൊരു വല്ലാത്ത പുകഴ്ത്തലായിപ്പോയി. ഈ ബുധനാഴ്ച അദ്ദേഹം വന്ന് മറുപടി പറയാൻ പോകുന്നത് 80 ലക്ഷം രൂപ വാടക എന്തായാലും ഒരു മാസം കൊടുക്കണം, അപ്പം ഞാൻ ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ലെങ്കിലും ഒരുപോലെയാണ്, അതുകൊണ്ടാണ് ഞാൻ 4.5 മണിക്കൂർ പറക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ഹെലികോപ്റ്റർ എടുത്തത്. അതിനൊരു 14,40,40,000 രൂപയുടെ കണക്ക് വരും, പക്ഷെ അത് അല്ലെങ്കിലും നമ്മൾ ഓൾറെഡി കൊടുക്കേണ്ടി വരും, അതുകൊണ്ടാണെന്ന് പറയുന്ന ഒരു ന്യായീകരണമാണ് പറയാൻ പോകുന്നത്. പക്ഷെ അപ്പോഴും ഔദ്യോഗിക പരിപാടി എന്തായിരുന്നു എന്ന് അദ്ദേഹം പറയില്ല. കൂടാതെ ആ സമയത്ത് ഈ ഹെലികോപ്റ്റർ മറ്റേതെങ്കിലും നല്ല കാര്യത്തിന് വിനിയോഗിക്കാമായിരുന്നു. ഇതുവരെയുള്ള ഒരു മുഖ്യമന്ത്രിയും വ്യക്തിപരമായ ഒരു കാര്യത്തിനും ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത് കൂടി അദ്ദേഹം സമ്മതിക്കില്ല. പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട് ഈ ബുധനാഴ്ചത്തെ പത്രസമ്മേളനം അദ്ദേഹം അവസാനിപ്പിക്കും. അതിനപ്പുറത്തേക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. തീർച്ചയായും സമയപരിമിതി ഉള്ളതുകൊണ്ട് ഇടപെടുകയാണ്. എന്തായിരുന്നാലും മൂത്തിട്ടില്ല മൂക്കട്ടെ, ഇപ്പോഴുള്ളതെല്ലാം മുൻ സർക്കാരിൻ്റെ പ്രശ്നങ്ങളാണ്. കള്ളാടിയിൽ കമ്പനിയുടെ പ്രശ്നമാണ്. ഇങ്ങനെ തലയിൽ മറ്റുള്ളവരുടേത് വെച്ച് നീങ്ങുകയാണ്. പക്ഷേ ഇത് ജീവൻ്റെയും ജീവിതത്തിൻ്റെയും പ്രശ്നമാണ് ജനങ്ങളുടേത്. വീഴ്ചകളെ രാഷ്ട്രീയവൽക്കരിക്കുകയല്ല, പക്ഷേ വീഴ്ചകളെ തിരുത്തേണ്ട സർഗാത്മകമായ ഇടപെടൽ എല്ലാ കോണുകളിൽ നിന്നും ഉണ്ടാകണം. സർക്കാരിന് വീഴ്ച പറ്റിയെന്നത് തന്നെയാണ് ഈ ഘട്ടത്തിൽ കാണാനാകുന്നത്. മുഖ്യമന്ത്രി കൂടുതൽ ചടുലമായി പ്രവർത്തിക്കണം എന്നതാണ്, മാനുഷികമായി പ്രവർത്തിക്കണം എന്നതാണ് നാടിൻ്റെ അഭിപ്രായമെന്ന് സോഷ്യൽ മീഡിയ അടക്കം തുറന്നാൽ നമുക്ക് തൊട്ടറിയാവുന്നതാണ്. ചർച്ചയെ ക്രോഡീകരിക്കുമ്പോൾ ചർച്ചയിൽ പങ്കെടുത്തവർക്കൊക്കെ നന്ദി. ഇനി ന്യൂസ് ആൻഡ് വ്യൂസിയുടെ